യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനുഗ്രഹമേറിയ നല്ല പകലിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നസ്രേന്റെ വഴികൾ എന്ന ആത്മീയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി എന്ന് കേൾക്കുന്നതിൽ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി ന്യൂഡൽഹിയിൽ നിന്ന് കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ പാസ്റ്റർ ബെന്നി പാസ്റ്റർ നമ്മോട് കൂടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസനിലൂടെ തന്റെ ജീവിത പശ്ചാത്തലവും തന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും നമുക്ക് കേൾക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ ദാസനെ കർത്താവ് ഏൽപ്പിച്ചതുപോലെയുള്ള ശുശ്രൂഷകൾ താൻ ഈ കാലഘട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. സോഷ്യൽ മീഡിയ കാലഘട്ട സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആ കാലം മുതലേ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കി. ഇന്നും കൃപയാൽ അത് നിലനിർത്തുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസനോട് നമുക്ക് കേൾക്കാം. അതിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. താങ്ക് യു ജിജിൻ ബ്രദർ. എൻ്റെയും റിവവൽ എന്ന പേജിലേക്ക് നസ്രായൻ്റെ വഴികൾ എന്നുള്ളതായ ഈ പരമ്പരയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിനായി ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനേകർക്ക് ഈ ചാനലിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചനവും ഒപ്പം അനേകരുടെ സാക്ഷ്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാനും വലിയൊരു ആത്മീയ ഉത്തേജനം പകരുവാനും കർത്താവ് തൻ്റെ ഭൃത്യനെ ദാസനെ എടുത്തുപയോഗിക്കുന്നതോർത്ത് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മഹത്തരമായ സംരംഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക ലക്ഷം ആളുകളിലേക്ക് ഈ കഴിഞ്ഞ അനേക വർഷങ്ങളായി ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത സൗഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ മാന്യ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം അനേകർക്ക് ഇതൊരനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായും അതിനാൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇതൊരനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പകലിൽ എൻ്റെ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ബെന്നി MK. ന്യൂഡൽഹിയിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. IPA അഥവാ ദ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്നുള്ള ചർച്ചിനോടനുബന്ധിച്ച് കഴിഞ്ഞ 22 വർഷമായി പൂർണ്ണ സമയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു 8 വർഷം അതിനു മുമ്പ് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുമായിരിക്കാനും കർത്താവ് സഹായിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 29 വർഷങ്ങൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എൻ്റെ ഭാര്യ അന്നമ്മ ബെന്നി. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകള് അനുഗ്രഹ മോൾ ബെന്നി ബാംഗ്ലൂര് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഇളയ മകൾ ആശിഷ മോൾ ബെന്നി BSc നഴ്സിംഗിന് 2ാമത്തെ വർഷം ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ ചെറിയ കുടുംബം. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജനനവും ബാല്യകാലവും നിങ്ങളെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ക്രിസ്തീയ ഭവനത്തിലാണ് ജനിച്ചു വളർന്നത്. കേരളക്കരയിൽ എറണാകുളം ജില്ലയിൽ കീഴില്ലം എന്ന് പറയുന്നതായ ഗ്രാമത്തിൽ ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഒരു സാധാരണ കുടുംബത്തിൽ, ഒരു കൃഷി ഭവനത്തിൽ ജനിക്കപ്പെട്ടതായ എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവ് എന്നെ ഈ ചെവിയുടെ താഴെയായിട്ട് ചെറിയൊരു ഞരമ്പ് വളർന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു അപകർഷതാബോധം കൊണ്ടായിരിക്കാം അത് ഓപ്പറേഷൻ ചെയ്യുകയും തുടർന്ന് ആള് നിശബ്ദനായി തീരുവാനിടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം മാതാവിന് വഹിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എൻ്റെ ഭവനത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് 5 മക്കളിൽ ഏറ്റവും ഇളയവരാണ്. ബാക്കി 2 ജ്യേഷ്ഠന്മാരും 2 സഹോദരിമാരുമുണ്ട്. അവരുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞ് ഈ 2 കുഞ്ഞുങ്ങളുമായി വിവിധ ഇടങ്ങളിൽ പാർക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. എൻ്റെ സ്കൂൾ ജീവിതം സാധാരണ കുട്ടികളെ പോലെ ആയിരുന്നു. അപ്പോൾ തന്നെ എല്ലാവിധ കുശൃതിയും ഉഴപ്പും അനുസരണക്കേടും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് സൺഡേ സ്കൂൾ പഠിക്കുവാനും അത്തരത്തിലുള്ളതായൊരു പ്രോത്സാഹനം ഭവനത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ആഴമേറിയൊരു പ്രാർത്ഥനയോ വിശ്വാസ ജീവിതമോ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നില്ല. അവർക്ക് അധികവും കൃഷി കാര്യങ്ങളും ഭൗതികമായ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതായ ചിന്ത അവരെ ഭരിച്ച്
അപ്രകാരം ഒരു നോർമൽ ജീവിതം നയിക്കുന്നവരുമായിരുന്നു. ഇങ്ങനെ ആ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. അതുകൊണ്ട് വളരെ വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ആ നിലയിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഈ 5 മക്കളെ വളർത്തിയെടുക്കുന്നതിലായിരുന്നു എൻ്റെ മാതാവിൻ്റെ ശ്രദ്ധ മുഴുവനും. അവർ അഹോരാത്രം അധ്വാനിക്കുകയും വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് 5 കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് അപ്പോൾ തന്നെ അവർക്ക് കുടുംബത്തെക്കുറിച്ചുള്ളതായ ഉത്തരവാദിത്വം ആ മാതാവ് പകർന്ന് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വളർന്നു. ഭവനത്തിൽ നിന്ന് എല്ലാവരും വിവാഹം കഴിഞ്ഞ് അവർ മാറിയപ്പോൾ ഞാനും മാതാവും ഒറ്റയ്ക്കായ ഒരു സമയമായി. പിന്നത്തേതിൽ എന്തെങ്കിലും ഒരു ജോലി ലഭിക്കണം എന്ന് വിചാരിച്ച് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതായ സമയം തന്നെ ഒരു ഡ്രൈവിംഗ് പഠിച്ച് എവിടെയെങ്കിലും പോയി ഒരു ഡ്രൈവറായി ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഡ്രൈവിംഗ് പഠിച്ച് അതിനുശേഷം കേരളത്തിൽ നിന്നും ആദ്യം ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും യാത്ര ചെയ്യുവാനിടയായിത്തീർന്നു. ഏകദേശം ഒരു 3-3.5 മാസം ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ ഡൽഹിയിലേക്ക് അഥവാ ഡൽഹിയുടെ അടുത്ത് ഹരിയാനയിൽ ഇൻഡസ്ട്രിയറിൽ ജോലി ചെയ്യുവാനായിട്ട് കടന്നു വരുവാനിടയായിത്തീർന്നു. ആ സമയത്ത് ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ക്രിസ്തീയ വിശ്വാസത്തിൽ അഥവാ ഒരു നാമധേയ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് എൻ്റെ ജീവിതം നയിച്ചെങ്കിലും യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം ഞാൻ പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ചില യേശു ക്രിസ്തു ഒരു ദൈവമുണ്ടെന്നുള്ളതായ കാര്യം എൻ്റെ ഇളയ പെങ്ങൾ സൂസൻ ബേബി മുഖാന്തരം എനിക്ക് എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ മനസ്സിലാക്കി തരുവാൻ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവമുണ്ട് എന്നുള്ളതായ ഒരു ബോധ്യത അതൊരു ഉത്തമ ബോധ്യതയായിരുന്നു. എന്നാൽ ഒരു രക്ഷിക്കപ്പെട്ട അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ആ നിലകളിൽ ലോകപ്രകാരം ഞാൻ ജീവിച്ച് ഈ ഡൽഹി പഠനത്തിൽ കടന്നു വരുവാനും ആ സമയത്ത് ഒരു ദൈവദാസൻ എൻ്റെ ഭവനത്തിനകത്ത് വിസിറ്റ് ചെയ്യുവാൻ കൂടെ വരുമായിരുന്നു. ഒരു 15 ദിവസം കൂടുമ്പോൾ വരും. ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കും. വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യ മനസ്സിനായി കടന്നു വരുന്ന ആ ദൈവദാസൻ സുവിശേഷം പറയുകയും ചർച്ചിലേക്ക് ആരാധനയ്ക്ക് വിളിക്കുകയും ചെയ്യും. അങ്ങനെ ആരാധനയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ വരാമെന്ന് പറയും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 പേര് ഞങ്ങളുടെ റൂമിലുണ്ട്. അടുത്ത ഒരു റൂമിൽ 4 പേരുണ്ട്. ഞങ്ങൾ 8ഓളം പേരാണ് കമ്പനിയിൽ നിന്ന് കമ്പനി തന്നിരിക്കുന്നതായ വാടക റൂമിൽ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടും ചെല്ലാമെന്ന് പറയുമെങ്കിലും അപകർഷതാബോധം കൊണ്ടും പെന്തക്കോസ്തിനോടൊട്ടും താല്പര്യമില്ലാത്തതിനാലും ആരാധനയ്ക്ക് കടന്നു പോകാറുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെയും ആ ദൈവദാസൻ വരും, ചിരിച്ചുകൊണ്ട് വിളിക്കും. അങ്ങനെ വീണ്ടും ആരാധനയ്ക്ക് ഒരു പ്രാവശ്യം കടന്നു പോകാൻ നേരം ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ അവരെ പോലെ തുള്ളിച്ചാടത്തില്ല, ഒരു മൂലയ്ക്ക് പോയിരിക്കും, പാട്ട് പാടുന്നത് കേൾക്കും, വേണമെങ്കിൽ പാതൊക്കെ പാട്ട് പാടാം, അല്ലാതെ മറ്റൊരു ആക്ടിവിറ്റീസിൽ ഞാൻ പങ്കെടുക്കത്തില്ല എന്നുള്ള തീരുമാനത്തോടെയൊക്കെ അവിടെ പോയി ഇരുന്നു. സാധാരണ ഞാൻ നോർമലിൽ മടങ്ങി വന്നു. വീണ്ടും ചില മാസങ്ങൾ പോകത്തില്ല, പിന്നെയും ദൈവദാസൻ കടന്നു വന്ന് വിളിക്കും. അങ്ങനെ കടന്നുപോയി. ഒരിക്കൽ അവിടെ ദൈവസഭയ്ക്കകത്ത് ഒരു അന്യാരാധന വിശ്വാസമുള്ളതായ ഒരു സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു നമ്മൾ പറയുന്നതായ ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഭൂതബാധ ഇളകുകയും അത് സൗഖ്യമാകാനായിട്ട് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് 1-ലധികം ദിവസം പ്രാർത്ഥിക്കേണ്ടി വന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, വാസ്തവത്തിൽ ഇവരുടെ അകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇതിന് എന്തായിത്തീരുമെന്ന് അറിയണം. ഇതിന് സൗഖ്യം വരികയാണെങ്കിൽ ഇവരോട് കൂടെയും ദൈവമുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുമെന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വ്യാപരിക്കുവാനും ആ ദിവസങ്ങളിൽ ദൈവസഭ മുഴുവൻ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയും ഞാനും ചില ദിവസങ്ങൾ അവധിയെടുത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ 6-ാമത്തെ ദിവസം പല ദൈവദാസന്മാരും വന്ന് ശുശ്രൂഷയെങ്കിലും 6-ാമത്തെ ദിവസത്തിലെ പ്രാർത്ഥനയിൽ ദൈവിക സാന്നിധ്യം അതിനകത്ത് ഇറങ്ങുകയും ആ സഹോദരന് മേൽന്ന ദുഷ്ടാത്മാവ് വിട്ടുമാറുകയും പൂർണ്ണമായ സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നത് കാണുവാനും അങ്ങനെ എൻ്റെ വിശ്വാസത്തിൽ അത് ഉറയ്ക്കുവാൻ കാരണമായി തീർന്നു. ഇങ്ങനെ ഞാൻ വിശ്വാസത്തോടെ അടുത്ത് വരികയും പിന്നത്തേതിൽ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ ഞാൻ എൻ്റെ 9-ാമത്തെ വയസ്സിൽ ഞാനായിരുന്ന പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തളിച്ച് സ്നാനമേറ്റിരുന്നു. അത് സ്നാനം എന്നുള്ളത് കൊണ്ടും വിശ്വാസം ഒന്ന് എന്നുള്ളത് കൊണ്ടും ഇനി എനിക്കൊരു സ്നാനം ആവശ്യമാണോ എന്നുള്ള ചിന്ത എന്നെ ശക്തമായി ഭരിക്കുകയും ഞാനത് ദൈവദാസന്മാരോട് ചോദ്യം ചെയ്യുകയും ചെയ്തു.
ആ ചോദ്യം ചെയ്ത് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ടതായ ഒരു ഉത്തരം ലഭിക്കുവാൻ കഴിയാതെ അവസാനം സഭയിലെ മൂപ്പനും ദൈവദാസനും പ്രാർത്ഥിച്ച് മടങ്ങാൻ നേരം ഇപ്രകാരം ഒരു പാട്ടുപാടി: ഏത് ഗുണം എന്നറിയുവാൻ ഇല്ല നാഥ എന്നിൽ ജ്ഞാനം, നിന്തിരു നാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിക്കണം എന്ന് പറഞ്ഞ് അത് പാടി പ്രാർത്ഥിച്ച് മടങ്ങി. അപ്പോൾ വളരെ ആർഗ്യുമെന്റ് അന്ന് പകലുണ്ടായിരുന്നു. അവർക്ക് വേണ്ടവണ്ണം എനിക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ലെങ്കിലും അന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എന്നോട് സംസാരിക്കുകയും ഇത്രയും ദൈവം എന്നോട് ചോദിച്ചു. കർത്താവ് എൻ്റെ മുൻപാകെ ബോധ്യമായ രീതിയിൽ എൻ്റെ ഹൃദയത്തോട് സംസാരിപ്പാനിടയായിത്തീർന്നു. കർത്താവിനോട് ചോദിച്ചു, ഞാൻ സ്നാനപ്പെട്ടതാണോ? അതായത് കർത്താവ് സ്നാനപ്പെട്ടതാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ സ്നാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ അങ്ങ് സ്നാനപ്പെട്ടതാണ്. എന്നോട് അടുത്ത ചോദ്യം, ഞാൻ എങ്ങനെയാണ് സ്നാനപ്പെട്ടത്? ഞാൻ പറഞ്ഞു, യോർദാൻ്റെ നദിയിൽ യോഹന്നാൻ്റെ കൈക്കീഴെ സ്നാനപ്പെട്ടു. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് കയറി എന്നുള്ളതായ വേദഭാഗങ്ങൾ ഒക്കെയും എനിക്ക് അത് തമ്മിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ബോധ്യമായ കാര്യങ്ങളായിരുന്നു. ഇത്രയും ചോദിച്ചപ്പോൾ തന്നെ ഒറ്റയൊരു കാര്യം കൂടിയാണ് ചോദിച്ചത്: ഞാൻ എങ്ങനെയാണ് സ്നാനപ്പെട്ടത്? അപ്പോൾ ആ ചോദ്യത്തിനകത്ത് നിന്ന് ഞാനത് പറയുമ്പോൾ തന്നെ എനിക്കൊരു ബോധ്യമുണ്ടായി. ഞാൻ വിശ്വസിച്ചിട്ടാണ് സ്നാനപ്പെട്ടതെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നാനപ്പെട്ടതെങ്കിലും മുങ്ങി അല്ല സ്നാനപ്പെട്ടത്, തളിച്ചുള്ള സ്നാനമായിരുന്നു. ആ ചോദ്യത്തിൽ നിന്നും കർത്താവിൻ്റെ നോട്ടത്തിൽ നിന്നും ആ യേശുക്രിസ്തു സ്നാനമേൽക്കുന്നതായ ആ സാഹചര്യം എൻ്റെ ഹൃദയത്തിലൂടെ ഒരു ചിത്രം പോലെ കടന്നു പോകുവാനിടയായിത്തീർന്നു. അവിടെ വച്ച് എനിക്ക് പൂർണ്ണ നിമജ്ഞന സ്നാനത്തെക്കുറിച്ചുള്ളതായ ബോധ്യം ദൈവാത്മാവ് നൽകി തരികയും ചെയ്യുകയും അപ്രകാരം ഞാൻ പിന്നത്തേതിൽ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. ഒപ്പം തന്നെ ആ ബോധ്യത ലഭിച്ചപ്പോൾ തന്നെ ഞാൻ ഇപ്രകാരം പറഞ്ഞു: കർത്താവേ, എനിക്ക് സാധാരണ ഒരു പെന്തക്കോസുകാരനായി ജീവിപ്പാൻ ആഗ്രഹമില്ല. എനിക്ക് സ്നാനപ്പെട്ടാൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ സ്നാനപ്പെടുന്നുള്ളൂ എന്ന് ഒരു തീരുമാനം അതിക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ പൂർണ്ണത എനിക്ക് ലഭിക്കുകയും ചെയ്യണം. ഇങ്ങനെ തീരുമാനമെടുക്കുവാനുള്ള കാരണം എൻ്റെ കമ്പനിയിൽ തന്നെ 2-3 പെന്തക്കോസുകാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ലജ്ജയും ദൈവനാമത്തോടുള്ള അപമാനവും അനുഭവിപ്പാനിടയായിത്തീർന്നു. കാരണം അവരിൽ ഞാനൊരു പെർഫെക്റ്റായ ജീവിതം കാണുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ളതായ ചിന്താഗതിക്ക് കാരണം. അവരെ പോലെ ആകുവാൻ എനിക്ക് ആഗ്രഹമില്ല. വാസ്തവമായിട്ടും എനിക്ക് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ സ്നാനപ്പെടുന്നുള്ളൂ എന്ന് പറയുവാൻ്റെ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ തുടർന്ന് ചില ദിവസങ്ങളോളം മാസങ്ങളോളം ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായിത്തീർന്നു. ഓരോ ഉപവാസ പ്രാർത്ഥനയും ഞാൻ പ്രാർത്ഥിക്കും: കർത്താവെ, എൻ്റെ ദുർസ്വഭാവങ്ങൾ, എന്നിൽ അതുവരെ ഉണ്ടായിരുന്നതായ എല്ലാ ദുർസ്വഭാവങ്ങളും നീ അവിടുന്ന് മാറ്റണമേ. അത് മാറ്റി ഒരു നല്ല ജീവിതം നയിക്കുവാൻ എനിക്കുള്ളതായ പ്രാപ്തി ദൈവാത്മാവ് നൽകി തരുന്നെങ്കിൽ നിശ്ചയമായും ഞാൻ സ്നാനപ്പെടുമെന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപസ്വഭാവങ്ങളും, ഞാൻ പറയട്ടെ, ഒരു യൗവനക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാവിധ ദുർസ്വഭാവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഭോഷ്ക് പറയുക, പുകവലിക്കുക, വല്ലപ്പോഴുമുള്ളതായ മദ്യപാനം, ഇങ്ങനെ എല്ലാ തരമായ ദുർശീലങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചിരുന്നു. ദീർഘമായ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഹൈദരാബാദ് മുതലുള്ളതായ ഡൽഹി വരെയുള്ള ജീവിതത്തിനിടയിൽ എൻ്റെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഒരു 10-16 പേര് അടങ്ങുന്നതായ ഒരു ഇൻഡസ്ട്രിയലിൽ ജോലി ചെയ്യുന്നതായ ഒരു ആളുകളാണെങ്കിൽ തന്നെയും അവർ എല്ലാവിധമായ ദുർസ്വഭാവങ്ങളും ഉള്ളതായ ഒരു കൂട്ടം വ്യക്തികളോട് കൂടെയുള്ളതായ ജീവിതമായിരുന്നു നയിച്ചതുകൊണ്ട്. അതുകൊണ്ട് ചില മദ്യഷാപ്പുകളിലൊക്കെയും പോയി മദ്യപിച്ച് കഴിഞ്ഞാൽ അവരുടെ തോളയിൽ തട്ടി എൻ്റെ കൂടെയുള്ളവർ മടങ്ങി വരും. ഞാനും അതിനകത്ത് ഇൻക്ലൂഡാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ ആ തോളിൽ തട്ടുന്നതിൻ്റെ ഒരു അർത്ഥമുണ്ട്: നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളെ വിളിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പലിശയ്ക്ക് പണം കൊടുക്കുകയോ മദ്യപിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇരുന്നാൽ അതൊക്കെയും വാങ്ങിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നുള്ളതാണ് ആ തട്ടുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഞങ്ങൾക്ക് പണം കൊടുക്കണ്ട, മറ്റുള്ളവരെ നിന്ന് പണം മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ളതായ ഇടപാടുകൾ നടത്തുന്നതായ ഒരു ഗ്രൂപ്പായി മാറുകയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കേണ്ടി വരുന്നതായ ഒരു അനുഭവം വരുവാനും ഇടയായിത്തീർന്നു. എന്നിരുന്നാൽ തന്നെ ഞാൻ ഇപ്രകാരം ലാസ്റ്റ് പറയാം: രക്തം ആരുടെയും ചൊരിയിക്കാതെ
ഒരു വലിയ കുറ്റകൃത്യത്തിലേക്ക് അകപ്പെടുവാൻ സാധ്യതയുള്ള സമയത്തും ദൈവാത്മാവ് എന്നെ കണ്ടിട്ടുള്ളതിനാൽ അതിൽ നിന്നെല്ലാം അങ്ങനെയുള്ളതായ കേസുകൾ കാര്യങ്ങളിലൊന്നും അകപ്പെടാതെ എന്നെ ദൈവം തട്ടിമാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഇത്തരുണത്തിൽ ഓർപ്പിക്കട്ടെ. വലിയ പ്രതികൂലങ്ങളിലും വലിയ പ്രതിസന്ധികളിലും ഊരിപ്പോരുവാൻ കഴിയാതെ ജയിൽ ശിക്ഷയോ മറ്റോ ഒക്കെ അനുഭവിക്കേണ്ടതായ തലങ്ങളിലേക്ക് അത്തരത്തിലുള്ളതായ കൂട്ടുകെട്ടുകൾ പോകുവാൻ സാധ്യതയുള്ള ഒരു തലങ്ങളായിരുന്നു എന്ന് മാത്രമല്ല, എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു തലവും, എങ്ങനെയും ജീവിക്കണം, ആർക്കും എന്ത് ഭവിച്ചിട്ടാണെങ്കിലും ആർക്കും എന്ത് ദോഷം ഭവിച്ചിട്ടാണെങ്കിലും. ഇപ്പോൾ ഞാൻ പറയട്ടെ, അത് എന്തെങ്കിലും മദ്യ ബിസിനസ്സോ മയക്കുമരുന്ന് ബിസിനസ്സോ അല്ലെങ്കിൽ സ്മഗ്ലിങ്ങോ എന്തുമായിക്കൊള്ളട്ടെ ചെയ്തിട്ടാണെങ്കിലും ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലായിരുന്നു എൻ്റെ ജീവിതം. അതുകൊണ്ട് ആരെയും പേടിക്കാതെ വകവയ്ക്കാതെ ഏത് സമയത്തും ഷൂവിൻ്റെ അകത്ത് ഒരു ആയുധം കരുതി കൊണ്ട് നടക്കുന്നതായ അതിനുള്ള കാരണവും ഉണ്ടായിരുന്നു. ഏത് സമയത്തും ചില പ്രതികൂലങ്ങൾ നേരിടാം. അതിനെ നേരിടണമെങ്കിൽ അങ്ങനെ ഒരു ആയുധം കരുതേണ്ടതായ സാഹചര്യത്തിൽ വരെ എത്തിപ്പെട്ട് ജീവിതം നയിച്ചതായ ഒരു അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചുരുക്കമായി തന്നെ പറയട്ടെ, ഇങ്ങനെ എൻ്റെ ജീവിതം വളരെ അധാർമികമായി അല്ലെങ്കിൽ മോശമായി, ശരിക്കും പറഞ്ഞാൽ സത്യവും നീതിയും ഇല്ലാത്തതായ, ധർമ്മം നഷ്ടപ്പെട്ടതായ ഒരനുഭവത്തിലൂടെ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആരെയും പേടിക്കാത്തതായ, വകവയ്ക്കാത്തതായ, ആരെങ്കിലും ചോദ്യം ചെയ്യാൻ നീ ആരാണെന്ന് ചോദിച്ചാൽ നിന്റെ അപ്പനാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ളതായ ഒരു തൻ്റെ ഇടത്തോടുകൂടെ, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നിൽ ദുഷ്ടൻ നൽകിത്തരുന്ന ചിന്താഗതികളും ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ഞാൻ പെരുമാറുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുവാൻ തക്കമുള്ളതായ ധൈര്യം അത്തലത്തിൽ നിന്ന് പ്രാപിച്ചത്. തന്നെയല്ല, കൂടെ എല്ലാത്തിനും ആളുകളുണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പിലായതുകൊണ്ട് എനിക്കും ആരെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും എൻ്റെ മേലുണ്ടായത് കൊണ്ട് ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ളതായ പാപവഴികളിൽ അകപ്പെട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ളതായ ജീവിത മാർഗങ്ങൾ ശാശ്വതമല്ല, അത് നിലനിൽക്കുന്നതല്ല. അത് എന്നും നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധവും അപകർഷതാബോധവും മാത്രമേ നൽകി തരത്തുള്ളൂ. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ട് അവസാനം ഒരു വലിയ കുറ്റവാളിയായി നമ്മളെ ഏതെങ്കിലും അപായത്തിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ, അതുമല്ലെങ്കിൽ എല്ലാ വഴികളും അടച്ച് നമ്മെ ആത്മഹത്യയിലേക്ക് മാത്രം നയിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അത് വാസ്തവികതയാണ്. പിശാച് ഒരുവന്റെ അകത്ത് പ്രവർത്തിച്ചിട്ട് അവനെ കൊണ്ടുപോകുന്നത് അറുക്കുവാനോ മുടിക്കുവാനോ അല്ലെങ്കിൽ മോഷ്ടിക്കുവാനോ അല്ലാതെ ദുഷ്ടൻ പിശാച് അടുത്തു വരുന്നില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്രകാരം ഞാനായിരുന്നു. ആ സമയത്താണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ ഉള്ളതായ എല്ലാ സ്വഭാവങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് സ്നാനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം എന്നെ അതിൽ നിന്നെല്ലാം വിടുവിക്കുകയും ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയുമെന്നുള്ള പ്രാപ്തി വന്നപ്പോൾ, ഞാൻ പറയട്ടെ, 1993 ജൂൺ മാസം, ഏപ്രിൽ മാസം 30 രക്ഷിക്കപ്പെടുകയും 2 വർഷത്തിന് ശേഷം 1995 ജൂൺ മാസം ഏകദേശം 10 സ്നാനപ്പെടുവാനും ഇടയായിത്തീർന്നു. തുടർന്ന് 2 വർഷങ്ങൾ ഞാൻ നിരന്തരമായി ദൈവസഭ എല്ലാ മാസവും ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ വീണ്ടും 2 വർഷം കൂടെ കഴിഞ്ഞ് 1997 ഫെബ്രുവരി മാസം 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഏകദേശം അതിൻ്റെ 17ാമത്തെ ദിവസം ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനിടയായിത്തീർന്നു. അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിക്കുകയും ഈ സമയം, അതായത് രക്ഷിക്കപ്പെട്ട് ആ സമയം മുതൽ എൻ്റെ മേലെ കർത്താവിൻ്റെ വേലയ്ക്കുള്ളതായ വിളിയുണ്ടായിരുന്നു. ആ വിളിയോടനുബന്ധിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ആരും വിശ്വാസത്തിൽ വരാത്തതിനാലും ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയതിനാലും എനിക്ക് കർത്താവിൻ്റെ വേല പൂർണ്ണ മനസ്സോടെ ചെയ്യുവാൻ, പൂർണ്ണ സമയം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രകാരം ദൈവസ്ഥലം ഒഴിഞ്ഞു മാറി, കർത്താവെ, ദൈവസഭ എന്നെ എന്ത് കാര്യങ്ങളും ഏൽപ്പിച്ചാലും ഞാൻ ചെയ്യാം. ദൈവദാസനോടുകൂടി ഞാൻ വിസിറ്റ് ചെയ്യാം. ചർച്ചിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ ചെയ്യാം. എന്നാൽ എന്നെ പൂർണ്ണമായ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന സമയം മുതൽ തന്നെ എൻ്റെ മേല് ദൈവദാസന്മാര് കൈവച്ചിട്ട് പറയും, നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണ്, വേർതിരിയണം. അടുത്തയാൾ വരുമ്പോഴും പറയും, എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടതുപോലെയായി ഈ കാരണത്താൽ ഞാൻ ഇതിനകത്തെല്ലാം ഒഴിഞ്ഞു മാറാനായിട്ട് ആഗ്രഹിച്ചു. കാരണം എനിക്ക് പൂർണ്ണസമയ ശുശ്രൂഷ ചെയ്യുവാനോ മറ്റൊരാളുടെ നേരെ കൈമലർത്തി സഹായം ചോദിക്കുവാനോ അല്ലെങ്കിൽ അത് ലഭിക്കുന്നതുവരെ കാത്തിരുന്ന് മുൻപോട്ട് പോകാനോ ആഗ്രഹമുണ്ടായിരുന്നില്ല. ഞാൻ ചെറുപ്പം മുതൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുകയും 8ാം ക്ലാസ് മുതൽ സ്വയം അധ്വാനിച്ച് പഠിക്കുവാനും എൻ്റെ പിതാവ് ഇല്ലാത്ത സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്ത സ്ഥാനത്ത് ആ മാതാവിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെയും തലമുടി വെട്ടിക്കുവാനും ഒരു ലുങ്കി മേടിക്കുവാനും പാൻറ്റോ ഷർട്ടോ മേടിക്കുവാനും ഭവനത്തിൽ കൈനീട്ടുമ്പോൾ ഞാനിത് അധ്വാനിച്ച് ഉണ്ടാക്കി വാങ്ങുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ ചോദിപ്പാൻ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, എന്നെ പൂർണ്ണസമയ ശുശ്രൂഷയ്ക്ക് വിളിക്കരുത്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏത് പ്രവാചകനും വന്നാലും പിന്നത്തേത് ഞാൻ ചർച്ചിൻ്റെ പുറകിലിരിക്കാൻ തുടങ്ങി. എന്നാൽ എൻ്റെ അടുത്തേക്ക് വന്ന ആലോചന പറയും. തന്നെയല്ല, പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിനകത്ത് നിരന്തരം സംസാരിപ്പാൻ തുടങ്ങി. ഞാൻ അതേ ജോലി ചെയ്തിട്ട് ആഹാരം കഴിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ എല്ലാം ദൈവാത്മാവ്, നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ളവനാണ്, നീ എൻ്റെ വേല ചെയ്യണം, നീ വേർതിരിയണം, നീ ലോകപ്രകാരം ജോലി ചെയ്ത് ജീവിക്ക് വേണ്ടിയവനല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ സമയത്ത് ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, ചില ആവശ്യങ്ങൾ ഞാൻ വെച്ചു. കർത്താവേ, നീ എനിക്കൊരു ദാനിയേൽ റെഫറൻസ് ബൈബിൾ തന്നാൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയാം. കർത്താവ് എനിക്ക് ദാനിയേൽ റെഫറൻസ് ബൈബിൾ തന്നു. പിന്നെ ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു 5 വർഷം ജോലി തന്നാൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാം. കർത്താവ് അതെനിക്ക് തന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കർത്താവെ, നേവി ബ്ലൂ പാൻറ്റും സ്കൈ ബ്ലൂ ഷർട്ടും ഇട്ട് യൂണിഫോം ഉള്ളതായ കമ്പനി ആയിരിക്കണം. എങ്ങനെയോ എൻ്റെ ഹൃദയത്തിനകത്ത് അത് വന്നതാണ്. അത് എനിക്ക് വലിയ താല്പര്യമുള്ളതായിരുന്നു. എനിക്ക് അങ്ങനെയുള്ളതായൊരു കമ്പനിയിൽ 2 ജോഡി ഡ്രസ്സ്, അതേ കളറിലുള്ളത്, 1 ജോഡി ഷൂവ്, തൊപ്പി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായ ഒരു കമ്പനിയിൽ പെർമനൻ്റായി ജോലി തന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നത്. എനിക്ക് വിവാഹം കഴിഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് എല്ലാവരും വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിപ്പാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ പിന്നിലും വലിയ ചരിത്രങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാം. കർത്താവ് എനിക്കൊരു ആലലിയ മകളെ ദൈവം ദാനമായി നൽകി തന്നു. ഇങ്ങനെയെല്ലാമായിട്ടും ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ താല്പര്യം കുറവായിരുന്നു. ഞാനിങ്ങനെ തട്ടിമാറ്റി. അവസാനം ദൈവനോട് പറഞ്ഞു, നീ ഒന്നെങ്കിലും ഒരു ആക്സിഡൻറ്റിലൂടെ ലോകത്ത് നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ നീ ഒരു ഭ്രാന്തനായിത്തീരും എന്ന് പറയുവാനിടയായിത്തീർന്നു. ഈ സമയത്ത് അവസാനം ഞാൻ വിവാഹം കഴിയുന്നതിന് മുമ്പേ തന്നെ, ഞാൻ വിവാഹത്തിനുള്ള തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ചെന്ന് കണ്ടതായ പെൺകുട്ടിയെ എന്നോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ എപ്പോൾ വേണമെങ്കിലും അത് വിടാം, കർത്താവിന് വേലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കാവൂ എന്ന് പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ അതിന് സമ്മതമുണ്ടെന്ന് അറിയിച്ചതായി വിവാഹമാണ് നടക്കുവാനിടയായിത്തീർന്നത്. ഇതിനോടകം ഞാനൊരു കാര്യം ചേർത്ത് പറയട്ടെ. ഏകദേശം 8ഓളം പെൺകുട്ടികളെ എൻ്റെ സഭയുടെ ദൈവദാസനായ പാസ്റ്റർ MR വിൽസന്റെ നേതൃത്വത്തിൽ, അദ്ദേഹമാണ് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും പോയി പെൺകുട്ടികളെ കണ്ടു. എന്നാൽ എല്ലാ പെൺകുട്ടികളെയും തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ആകയാൽ എൻ്റെ ഭവനത്തിലേക്ക് അതിനുശേഷം ഈ വിവാഹം ഫോർവേഡ് ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നുകൊണ്ടും ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിന്ന് മടങ്ങി ആ വിശ്വാസത്തിലേക്ക് ചെല്ലുവാൻ അവർ ആഗ്രഹിച്ചതുകൊണ്ടും എന്നോട് ഇപ്രകാരം പറയും, മോനെ, ഇത് നല്ലതല്ല, നമുക്ക് ഇതിൽ നല്ലൊരു കുടുംബജീവിതം ലഭിക്കും, ഇത് നമ്മുടെ കുടുംബത്തിന് ചേരുന്നതല്ല എന്ന് പറഞ്ഞ് വിവാഹങ്ങളെല്ലാം അങ്ങനെ മാറ്റിക്കളയേണ്ടതായി ഒരനുഭവങ്ങൾ വന്നു. അവസാനം ഞാൻ ഇപ്രകാരം ഒരു തീരുമാനമെടുത്തു. ഇനി അവസാനം ചെന്ന് കണ്ടതായ പെൺകുട്ടിയുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ ആ ദേവദാസൻ എന്നെ ഫോണിലൂടെ വിളിച്ച് ഒന്ന് ഷൗട്ട് ചെയ്യുവാനിടയായിത്തീർന്നു. എൻ്റെ കാരണം ഇതാണ്. ഷൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വിവാഹം ആലോചിച്ച് പറഞ്ഞു, സ്ത്രീധനമൊന്നും ചോദിക്കരുത്, അങ്ങനെ നിവൃത്തിയില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആ കാര്യങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഫോർവേഡ് ചെയ്തു. എൻ്റെ ഭവനത്തിൽ നിന്നുള്ളത് ആ പ്രിയപ്പെട്ടവർ അവിടെ കടന്നു ചെന്ന് കണ്ട് ഇപ്രകാരം അവരവിടെ പറഞ്ഞു, എൻ്റെ പെങ്ങളെ വിവാഹം ചെയ്ത് അയച്ചപ്പോൾ ഞങ്ങൾ ഇത്ര എല്ലാം കൊടുത്തിട്ടാണ് അയച്ചത്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചപ്പോൾ ഇത്ര വാങ്ങിയിട്ടാണ് കഴിച്ചത്, പറഞ്ഞതിൻ്റെ താല്പര്യം എന്നാൽ അത്രയൊക്കെ ലഭിക്കണം. അപ്പോൾ തന്നെ എനിക്ക് ആ സമയത്ത് ചെറിയൊരു ഭവനവും ഒരു 10-17 സെൻറ്റ് സ്ഥലവും
മെയിൻ റോഡിൻ്റെ അരുവത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന് ഇത്രയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത്രയെല്ലാം ലഭിക്കണം എന്നുള്ള ചിന്തയിൽ അവരോട് പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം. അത് ആ പെൺകുട്ടിയുടെ ദൈവദാസൻ ഫോണിൽ വിളിച്ച് എന്നോട് പറയുവാനും അങ്ങനെ ചോദിക്കരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്താണ് പിന്നെ അങ്ങനെ ചോദിച്ചത് എന്ന് പറയുവാനിടയായിത്തീർന്നു. ഞാൻ വളരെ ഭാരപ്പെട്ടു, മാനസികമായി തകർന്ന് ഞാൻ ആ ഫോണിൻ്റെ റിസീവ് പോലും എൻ്റെ കയ്യിൽ നിന്ന്, ഇന്നത്തെ പോലെ മൊബൈലല്ല, അത് വീണു പോകാൻ ഇടയായിത്തീർന്നു. എനിക്ക് തലകറങ്ങും പോലെ തോന്നി. ഞാൻ അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഫോൺ കട്ടായി. തുടർന്ന് എൻ്റെ ദേവദാസൻ്റെ ഭവനത്തിലാണ് ആ ഫോൺ വന്നത്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രയാസമുണ്ടായി, അതുകൊണ്ട് ആ ദേവദാസൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ദേവദാസനോട് പറഞ്ഞു, ബ്രദറൊന്നും ചെയ്തില്ലല്ലോ, വീട്ടുകാരല്ലേ അങ്ങനെ പറഞ്ഞ, കുഴപ്പമില്ല, ഞാനത് സംസാരിച്ച് ക്രമീകരിച്ചോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ പ്രകാരം തീരുമാനിച്ചു, ഇനി ഞാനൊരു പെൺകുട്ടിയെ പോയി കാണുന്നില്ല, എനിക്ക് വിവാഹം കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഈ 8 പെൺകുട്ടികളെ പോയി കണ്ടിരുന്നു. അവരുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞാൽ മാത്രമേ ഇനി ഞാനും അടുത്ത പെൺകുട്ടിയെ കാണുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യുന്നുള്ളൂ. പറഞ്ഞു, ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാൽ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ അവസാനമായി ചെന്ന് കാണുമ്പോൾ പെൺകുട്ടിയുടെ സൗന്ദര്യം നോക്കത്തില്ല, വിദ്യാഭ്യാസം നോക്കത്തില്ല, മറ്റുള്ള കഴിവുകൾ നോക്കത്തില്ല, ഒന്നും ചോദിക്കത്തില്ല. ഒന്ന് ചോദിക്കും, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി താല്പര്യമുണ്ടോ ഇല്ലയോ. അങ്ങനെ എഗ്രി ചെയ്യുന്നതായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഡൽഹിയിൽ കൽക്കാജിയിൽ IPC ചർച്ചിൽ കൂടിക്കൊണ്ടിരുന്നതായ പാസ്റ്റർ ജേക്കബ് സി ജോൺ പാസ്റ്ററിന്റെ ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്നതായ പെൺകുട്ടിയെ ചെന്ന് കാണുവാൻ ദൈവദാസന്മാർ മുഖാന്തരം ഇടയായിത്തീർന്നു. അവിടെ കടന്നു ചെന്ന് കണ്ട് ഞാൻ ഇത്രയും ചോദിച്ചു, അതിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിവാഹം പിന്നത്തേതിൽ നടക്കുവാനിടയായിത്തീർന്നു. എന്നാൽ എൻ്റെ വീട്ടുകാർ ആദ്യം സഹകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അവസാനം എല്ലാവരും അതിനകത്ത് സഹകരിച്ചു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിച്ചു. അപ്പോൾ ആ സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ മൂത്ത പൈതലുമുണ്ടായി. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജോലി വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ പറഞ്ഞു, അതിന് സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല, പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ മകള് ഡൽഹിയിലായിരുന്നു. ആ സമയത്ത് ഞാൻ 2002 മാർച്ച് മാസം 10-ാം തീയതി ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. അന്ന് എന്നോട് കമ്പനിയുടെ മാലിക്ക് ചോദിച്ചു, ഇന്ന് ശമ്പളം നിങ്ങൾക്ക് തന്നു, അടുത്ത മാസം നിങ്ങൾക്ക് ആരാണ് ശമ്പളം തരിക, നിങ്ങൾ എങ്ങനെ ജീവിക്കും? അത് ചോദിക്കാനുള്ള കാരണമുണ്ട്. 1 മാസം ജോലി ചെയ്താൽ ആ 1 മാസം ജീവിക്കുവാനുള്ളതായ ശമ്പളമേ ഉള്ളൂ ആ കാലത്ത്. അപ്പോൾ കാരണം കൂടുതൽ പൈസ തന്നാൽ ലീവ് എടുക്കും, ഓവർ ടൈമും കൂടെ ചെയ്താൽ മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്, നാളെ എങ്ങനെ ജീവിക്കും അടുത്ത മാസം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വയറ് തന്ന ദൈവം വായും തന്നു, ആ വാ തന്ന ദൈവം അതിനകത്തേക്ക് പോകാനുള്ളത് നൽകി തരും. ഞാനൊരു തീരുമാനമെടുത്തു, ആ തീരുമാനത്തിന് ഞാൻ പിന്നോട്ടില്ല. അന്നേരത്തെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കമ്പനിയിൽ ഞാൻ 3 പ്രാവശ്യം സർവശ്രേഷ്ഠ എന്ന് പറയുന്നതായ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല വർക്കർ എന്നുള്ള നിലയിൽ. ഈ സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ റിസൈൻ ചെയ്താലും നിങ്ങൾക്കൊരു ജോലി ആവശ്യമാണെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റെങ്ങും പോകേണ്ട, നേരെ ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് എൻ്റെ ദൈവം നോക്കിക്കൊള്ളും, അങ്ങനെ ഒരു അവസരം വന്നാൽ അത് പിന്നെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇന്നേക്ക് ഏകദേശം 25-ലധികം വർഷമായി ഞാൻ ജോലി വിട്ട് കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിത്തിരിച്ചിട്ട് ഇന്ന് വരെയും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു ആലോചന പറയുവാനൊക്കെ വേണം ആഗ്രഹിക്കുകയാണ്. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടോ? ദൈവം നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല, ഒരിക്കലും. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ വേലയ്ക്കായിക്കൊള്ളട്ടെ. ദൈവം വിളിച്ചെങ്കിൽ വിശ്വസ്തനായ ദൈവമാണ് നാം സേവിക്കുന്നതായ ദൈവം. അതുകൊണ്ട് ഒരിക്കലും ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഒരു നല്ല വേലക്കാരനായി നിൽപ്പാണ്ടൊക്കെ വണ്ണം ഇടയായിത്തീരും. ആ വചനത്തിൻ്റെ കോണ്ടസ്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും ലജ്ജിപ്പാൻ ഇടവരാത്തതായ ഒരു നല്ല സ്വഭാവത്തിൽ ജീവിക്കുവാണ്ടൊക്കെ വണ്ണം ഇടയാകണം എന്നുള്ളതായ ഒരു ആത്മീയ അർത്ഥം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ പക്ഷത്ത് നിന്ന് നമ്മളതിനെ കാണുകയാണെങ്കിൽ ദൈവം അത്രമാത്രം വിശ്വസ്തനായ, സ്നേഹവാനായ, കരുതലുള്ളതായ ഒരു ദൈവമാണ്. അങ്ങനെ ജോലി വിട്ട് ഞാൻ പോകാൻ നേരത്ത് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, ഞാൻ 3 വർഷം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ പോകുകയാണ്, നീ എന്നോടുകൂടെ പോരുന്നു? എന്നോട് പറഞ്ഞു, വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ അച്ചായനാണുള്ളത്, അതുകൊണ്ട് അങ്ങ് പോയി ആട്ട്, ഞാൻ കൊച്ചിനെ നോക്കി ഇവിടെ നിന്നോളാം എന്നോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്റ്ററാകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ താല്പര്യക്കുറവൊന്നുമില്ല. എൻ്റെ വൈഫിന് വലിയ വിളിയും തെരഞ്ഞെടുപ്പൊന്നുമില്ല. അതുകൊണ്ട്
എന്നോട് കർത്താവിൻ്റെ വേല ചെയ്തോ എന്ന് പറയുവാനിടയായിത്തീർന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ഇന്ന് IPCയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആ വ്യക്തിയാണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ താല്പര്യക്കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ സമയത്ത് പെട്ടി എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ ഇറങ്ങാൻ നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുകയാണ്. ഞാൻ പോയി 3 വർഷം പഠിച്ച് മടങ്ങി വരുന്നതിന് മുമ്പ് 6 മാസം മുമ്പ് നിൻ്റെ ജോലി പോയിരിക്കും. നീ എന്നോട് കൂടെ വന്ന 6 മാസം ഞാൻ പഠിക്കുന്ന ബൈബിൾ കോളേജിൽ ബൈബിൾ പഠിക്കും. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമെന്ന് എൻ്റെ ആദ്യത്തെ പ്രവചനം എന്നുള്ളതായ നിലയിൽ എൻ്റെ ഭാര്യയോട് ഞാൻ പറയുവാനിടയായിത്തീർന്നു. ഞാൻ പറയട്ടെ, 2.5 വർഷം തികഞ്ഞപ്പോൾ ജോലി യൂണിയൻ മുഖാന്തരം ജോലി വിടേണ്ടി വന്നു. കമ്പനി പറഞ്ഞു VRS ഇടുകയാണ്, അല്ലാത്തവർ ബോംബെയിലേക്ക് നോയിഡയിലെ ഒനിഡ TVയുടെ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനി ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുക, അതല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. ഈ സമയത്ത് കുറേ ആളുകൾ റിസൈൻ ചെയ്തു. കുറേ ആളുകൾ ബോംബെയിലേക്ക് പോകുവാൻ തുടങ്ങി. എന്നോട് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ദൈവത്താൽ സംഭവിച്ചു, വേഗം റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ റിസൈൻ ചെയ്ത് 6 മാസം എൻ്റെ കൂടെ വന്ന് കീഴിലത്തെ പെനിയേൽ ബൈബിൾ സെമിനാരിയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങുവാനിടയായിത്തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ 2 പേരും പൂർണ്ണ സമയ ശുശ്രൂഷയിലാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് എന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കട്ടെ. ഇതെൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു ആദ്യ ഭാഗമാണ്. തുടർന്ന് ഞാൻ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങി. അതിനുശേഷം എന്നെ ശുശ്രൂഷയ്ക്ക് എൻ്റെ സഭയുടെ ഒരു ഔട്ട് സ്റ്റേഷൻ പ്രവർത്തനം എന്നുള്ളതായ നിലയിൽ ഡൽഹിയിൽ തിഹാർ ജയിലിൻ്റെ അടുത്ത് ജനപുരി ഏരിയയിൽ കറക്റ്റ് ലാജ്വന്തി ഗാർഡൻ എന്നുള്ളതായ സ്ഥലത്ത് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്നുള്ളതായ ഒരു ഔട്ട് സ്റ്റേഷൻ പ്രവർത്തനം. അവിടെ ഞാൻ വരുമ്പോൾ ഒരു 4 കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തോട് ചേർന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഈ 4 കുടുംബങ്ങളുടെ കൂടി ഒരു ദൈവദാസനെയും കുടുംബത്തെയും പുലർത്തുക എന്നുള്ളത് വളരെ അവർക്ക് ഭാരമുള്ളതായ ചിലവുള്ളതായ ഒരു കാര്യമായിരുന്നു. കാരണം വളരെ സാധാരണ കമ്പനികളിൽ ജോലി ചെയ്യുന്നതായ കുടുംബങ്ങളായിരുന്നു. എന്നാൽ ഞാൻ ജോലി വിട്ടപ്പോൾ എനിക്കൊരു ചെറിയ ഒരു തുക ലഭിച്ചു, വളരെ ചെറിയൊരു തുക ലഭിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ 3 വർഷത്തെ പഠനത്തിൽ ഞാൻ ചിലവിട്ടു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞിനെയും കൂടെ ശ്രദ്ധിക്കുകയും ജോലിക്ക് പോവുകയും ചെയ്യാൻ കഴിയാത്തതിനാൽ എൻ്റെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ആ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് ഉണ്ടായി. ആ കുഞ്ഞിനെ നോക്കുവാനും എൻ്റെ പഠനത്തിൻ്റെ ചിലവ്, യാത്ര, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ പണം എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചിലവിട്ട് അവസാനിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ നേരത്ത് ഭാര്യ ജോലി വിട്ടിരുന്നു. ഭാര്യയ്ക്കും അതുപോലെ തന്നെ ചെറിയ ഒരു തുക കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് വീടൊന്ന് മെയിൻ്റെനൻസ് ചെയ്യേണ്ടിയിരുന്നു. കാരണം വളരെ ചോർന്ന് ഒലിക്കുന്നതായ ഒരു ഭവനമായിരുന്നു. അതിൻ്റെ കഴക്കോലുകൾ മാറാനുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറി ആ പണവും ചിലവിട്ടു. അതിനുശേഷം എനിക്ക് എൻ്റെ PFൻ്റെ ഒരു പൈസ കിട്ടി. ഏകദേശം ഒരു 95,000 രൂപയോളമായിരുന്നു എനിക്ക് കിട്ടിയത്. ആ പണം ഞാൻ ഇവിടെ വന്ന് ഓരോ മാസവും വാടക കൊടുക്കുന്നതിനും ബാക്കി ചിലവുകൾക്കും കാര്യങ്ങൾക്കും ടൈറ്റ് ലഭിക്കുന്നതിൻ്റെ ബാക്കി പണം ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഇങ്ങനെ ചിലവിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ 1.5 വർഷത്തിന് മുമ്പായി എൻ്റെ കരത്തിലുള്ള സകല പണവും തീർന്നു. പത്രോസിൻ്റെ പടക് ശൂന്യമായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ആ സമയത്തെല്ലാം വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും 21 ദിവസം ഇരുന്ന് ഉപവസിക്കുന്നതായ ഒരു സ്വഭാവം ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, ഞാനിവിടെ കടന്നു വന്നപ്പോൾ എന്നോട് ചേർത്താണ് ഞാൻ പറയുന്നത്, ഇത് രണ്ടും ഒന്ന് ഗ്രഹിച്ചു പോകുക. ഒരു 3.5 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പം മൂത്ത പൈതലുണ്ട്. ആ മൂത്ത പൈതലിന് ഏകദേശം 3 വയസ്സിന് മുകളിലുണ്ട്, അല്ലെങ്കിൽ 3.5 വയസ്സ്, അത്രയേ ഉള്ളൂ. 3.5 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് 3.5 മാസം കഴിഞ്ഞ് എൻ്റെ ഭാര്യ ഒരു ചുമയും കഫക്കെട്ടും ശക്തമായി. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു സഹോദരി ഗർഭിണിയാണ് എന്നറിയുവാനിടയായിത്തീർന്നു. അപ്പോൾ ഏകദേശം 3.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതറിയില്ലായിരുന്നു ആദ്യം. ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്ക് വളർച്ചയില്ല, ഇതിനെ വേണ്ട എന്ന് വെക്കണം, പറഞ്ഞാൽ അബോർഷൻ ചെയ്യണം. ഈ സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് പെനിയേൽ ബൈബിൾ സെമിനാരിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 2 പേരിരുന്ന് തർക്കിക്കുകയാണ്. ആ തർക്കം ഇതാണ്: ഡോക്ടർമാർ ഒരു കുട്ടിയെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് യോഗ്യമാണോ, ചെയ്യണോ വേണ്ടയോ? ഇങ്ങനെ തർക്കിച്ച പല കാര്യങ്ങളും പറഞ്ഞ് ഭാര്യ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ ചെയ്യാമെന്ന് കുറച്ച് പേര് പറയുന്നു, ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അന്നേരത്ത് ഒരു അച്ചായൻ
അതായത് പൂനെയിൽ നിന്നുള്ള ഒരു വർഗീസ് അച്ചായൻ പറയുകയാണ്, ഒരു 25 അടി ദൂരത്ത് നിന്നാണ് പറയുന്നത്. അവർ തമ്മിലാണ് തർക്കിക്കുന്നത്, ഫസ്റ്റ് ഇയറിലെ കുട്ടികളോ ആയിട്ട്. ഈ സമയത്ത് പറയാണ്, ചെകിടിനെയും കുരുടനെയും മുടന്തനെയും സൃഷ്ടിച്ച് ദൈവമാണെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അബോർഷൻ ചെയ്യുന്ന ഒരു കാരണവശാലും ന്യായമല്ല ബൈബിളിന്റെ വെളിച്ചത്തിലെന്ന് പറഞ്ഞു. ഞാൻ ദൂരെ നിന്ന് കേട്ടു, എൻ്റെ ഹൃദയത്തിനകത്തിരുന്നു. ഈ ഡോക്ടർ അബോർഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ചെവിയിലേക്ക് ഈ ശബ്ദം കടന്നു വരുവാനിടയായിത്തീർന്നു. ഞാൻ അവിടുന്ന് ഭാര്യയുടെ കൈ പിടിച്ച് എഴുന്നേറ്റു, അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നു. അവരും പറഞ്ഞു, ഈ കുട്ടിക്ക് വളർച്ചയില്ല, അതുകൊണ്ട് ഇതിനെ വേണ്ട എന്ന് വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം കാണാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടുന്ന് എഴുന്നേറ്റു, 3ാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഈ കുട്ടിയെ ഞങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അത് വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ തീരുമാനത്തിൽ അവിടുന്ന് ട്രീറ്റ്മെൻ്റ് അല്ല, ശരിക്കും ഈ ഗർഭവതിയായ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതായ മരുന്നും കാര്യങ്ങളൊക്കെയും കൊടുത്തു. ഞാൻ മടങ്ങി വന്നു. എന്നാൽ വീണ്ടും ചുമയും കഫക്കെട്ടും വളരെ ശക്തമായി നിൽക്കാതെ വന്നതായ സമയത്ത് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. എന്നെ കൊണ്ട് വഹിക്കാൻ കഴിയാത്ത ഒരു തലം വന്നു. കാരണം പണമെല്ലാം കാര്യത്തിൽ നിന്ന് തീർന്നു പോകുന്നതായ സമയങ്ങൾ. ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ നിവൃത്തിയില്ല. അപ്പോൾ എൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു, മോളെ ഇങ്ങോട്ട് വിട്, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, ഇത് TBയുടെ അസുഖമാണ്, ട്യൂബർകുലോസിസ് TB ആണ് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഏകദേശം 5 മാസം കഴിഞ്ഞു, ഇനി ഇതിന് ചികിത്സ ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ഒന്നെങ്കിൽ കുട്ടി മരിച്ചു പോകും, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ മരിച്ചു പോകുമെന്ന് പറയുവാനിടയായിത്തീർന്നു. അത് വളരെ പ്രയാസകരമായ അനുഭവമായി. അങ്ങനെ 2 മാസം കൂടെ മുൻപോട്ട് പോയി. രോഗം മൂർച്ഛിച്ചു കൊണ്ടിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആള് വളരെ ടയേർഡായി. സമയത്ത് എൻ്റെ ഭാര്യാപിതാവ് പറഞ്ഞു, എനിക്ക് എൻ്റെ മകളെ അവന് തിരിച്ചു കൊടുക്കണം, അതുകൊണ്ട് ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പെർമിഷൻ മേടിച്ച് ഭാര്യാപിതാവ് എഴുതി കൊടുത്ത് ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഞാൻ പറയട്ടെ, 7ാം മാസത്തിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. 8ാം മാസത്തിനകത്ത് ആൾ ടയേർഡായി, BP കൂടി, പ്രസവിക്കാൻ പോലും ശക്തിയില്ലാത്ത രീതിയിൽ ആള് കുഴഞ്ഞു. പെട്ടെന്ന് കുട്ടിയുടെ അതായത് 2 ദിവസം കൊണ്ട് കുട്ടിക്ക് ഓൾറെഡി അനക്കമുണ്ടായിരുന്നില്ല. അങ്ങനെ 3ാം ദിവസം ഒരു മരിച്ച കുഞ്ഞിനെ ഡെലിവറി ചെയ്യുവാനിടയായിത്തീർന്നു, പ്രസവിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയെ ഇവിടെ അടക്കണമോ അതോ നിങ്ങൾ കൊണ്ടുപോയി അടക്കുമോ? ഈ സമയത്ത് എൻ്റെ വീട് പെരുമ്പാവൂരാണ്, സ്വദേശം കീഴിലമെന്നുള്ള. എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും പ്രസവിച്ചു എന്നറിഞ്ഞ് കുഞ്ഞിനെ കാണാനായിട്ട് പെരുമ്പാവൂരിന്ന് യാത്ര തിരിച്ചു. ഏകദേശം 5-5.5 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ എത്തണം. എൻ്റെ ഭാര്യ പിതാവ്, എൻ്റെ ഭാര്യ മാതാവ്, അല്ലെങ്കിൽ അമ്മായിയപ്പനും അമ്മായിമ്മയും, എൻ്റെ ജ്യേഷ്ഠനും ചേട്ടത്തെയും, അതായത് ഭാര്യയുടെ ജ്യേഷ്ഠനും ചേട്ടത്തെയും, അവരെ 4 പേര് ആ കോമ്പൗണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് മരിച്ച കുഞ്ഞിനെ നഴ്സറിയിൽ ഇങ്ങനെ മാറ്റിയിട്ടിരുന്നു, കയ്യിൽ ഒരു ടാഗ് കെട്ടിയിട്ട്. ഈ സമയത്ത് ഒരു നേഴ്സ് അതിൽ കടന്നു പോകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ എവിടെയോ ചെറുവിരൽ ഇങ്ങനെ അനങ്ങുന്നതായി കണ്ടു. ആ സമയത്ത് ഈ നേഴ്സ് സൗകര്യം വിചാരിച്ചു ഇത് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു. വീണ്ടും അത് എങ്ങോട്ട് പോയിട്ട് മടങ്ങി വന്നപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഈ ചെറുവിരൽ അരങ്ങുന്ന കണ്ടു. ഞാൻ പറയട്ടെ, ആ കോമ്പൗണ്ടിൽ നിന്ന് 4 പേര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓടിച്ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ടെന്ന് തട്ടിമുട്ടി നോക്കുമ്പോൾ ആ കുട്ടിക്ക് ജീവനുണ്ട് എന്ന് പറയുവാനിടയായിത്തീർന്നു. മരിച്ച കുഞ്ഞിനെ ദൈവം മടക്കി തരുവാനിടയായിത്തീർന്നു. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ആ കുട്ടി BSc നേഴ്സിംഗിന് 2ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഊനമില്ലാത്തതായ ഒരു പൈതലിനെ ദൈവം 2ാമത് നൽകി തരുവാനിടയായിത്തീർന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 100 കണക്കിന് അത്ഭുതങ്ങളും കാണുവാനും അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനും ഇടയായിത്തീർന്നിട്ടുണ്ട്. ഈ സന്ദേശം, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ചെകിടിനെയും കുരുടനെയും മുടന്തനെയും സൃഷ്ടിച്ചവൻ ദൈവമാണെങ്കിൽ അതിൻ്റെ പിന്നൊരു ദൈവിക ഉദ്ദേശമുണ്ട്. അത് ദോഷത്തിനല്ല, അത് അനുഗ്രഹത്തിന് കാരണമാണ്. ഒരുപക്ഷെ ശരീരത്തിൽ അല്പം ബുദ്ധിമുട്ടോ കഷ്ടതയോ പ്രയാസമോ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും അതിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അത് ദൈവത്തിന് നിവർത്തീകരിക്കാൻ കഴിയും. ദൈവമാണ് അതിന് മഹത്വം എടുക്കുന്നത് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും മാതാപിതാക്കള് അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നവരുണ്ടെങ്കിൽ, മന്ദബുദ്ധിയായ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നവരുണ്ടെങ്കിൽ, കുരുടരായ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നവരുണ്ട്, കട്ടിലെ
കിടക്കുന്ന കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ബാധ്യതയാണെന്ന് കരുതണ്ട. ദൈവത്തിന്റെ പദ്ധതിയാണെന്നും അതിന്റെ പിന്നിൽ ഒരു അനുഗ്രഹമുണ്ടെന്നും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നും ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്നതായ, ഈ സാക്ഷ്യം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവര് വിശ്വസിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. അതിന് സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വലിയ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ പ്രതിഫലത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഭാരത്തോടെ കണ്ണുനീരോടുകൂടെ നിങ്ങളത് ചെയ്യണ്ട എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഏതെങ്കിലും തരത്തിൽ ദൈവത്തിന് അതിലൂടെ ഒരു മഹത്വം വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിനുശേഷം ഞാൻ പറയട്ടെ, എനിക്ക് പിന്നത്തേതിൽ മഞ്ഞപ്പിത്തം പിടിച്ചു, വളരെ സീരിയസ് ആയി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്നാൽ അത് മരുന്ന് കഴിച്ചു, ചില നാളുകൾ കൊണ്ട് അത് നോർമലായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ അതൊരു പ്രയാസങ്ങളുടെ മുഖത്തൂടെ കടന്നുപോയി. ഞാൻ 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, എൻ്റെ വലയും പടകും ശൂന്യമായി തീർന്നു. ആ സമയത്ത് ഒരു ചർച്ചിൽ ഒരു വെളുത്ത തുണി വിരിച്ചിട്ട് അതിന് മുകളിലിരുന്ന് പ്രാർത്ഥിക്കും. മനുഷ്യരോട് ആരോടും ആവശ്യങ്ങൾ പറയത്തില്ല. ഞാനും എൻ്റെ ഭാര്യയും അത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അതുവരെയും എൻ്റെ ഭാര്യയ്ക്ക് അത്രമാത്രം എൻ്റെ ശുശ്രൂഷയിൽ ഒരു ഉറപ്പും ധൈര്യവും, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നത് നല്ലതാണെങ്കിലും ആ ശുശ്രൂഷയിൽ എങ്ങനെ സഹകരിക്കണമെന്നും എന്തുമാത്രം വിശ്വാസവും പ്രാർത്ഥനയും ആവശ്യമാണെന്നുള്ളതായ ഒരു ബോധ്യത ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ കഷ്ടതയും പ്രയാസം വരുമ്പോൾ പിറുപിറുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 7 ദിവസത്തെ പ്രാർത്ഥനയ്ക്കായി ദിവസം ഇരുന്നു. എൻ്റെ 2 കുഞ്ഞുങ്ങളും മുലപ്പാൽ കുടിച്ചിട്ടില്ല. ഒന്ന്, വൈഫിന് മുലപ്പാൽ ഉണ്ടായിരുന്നില്ല. രണ്ടാമതായിട്ട് ഈ TB അസുഖം വന്നതുകൊണ്ടും, ഞാൻ പറയട്ടെ, TB അസുഖത്തെ കർത്താവ് പൂർണ്ണമായും സൗഖ്യമാക്കുവാനിടയായിത്തീർന്നു. അതിൻ്റെ യാതൊരു പ്രയാസങ്ങളും കൂടാതെ ദൈവം അമ്മയെയും കുഞ്ഞിനെയും മടക്കി തന്നിരുന്നു. പിന്നത്തേതിൽ അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ 2 പേരും മുലപ്പാൽ കുടിച്ചിട്ടില്ല. എന്നാൽ ഇതിന് പാല് വാങ്ങി കൊടുക്കണം, ലാക്ടോജൻ കൊടുക്കണം, സിർലാക്കി കൊടുക്കണം. ഇങ്ങനെയുള്ളതായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് എല്ലാം പര്യവസാനിച്ചതായ അനുഭവങ്ങളായത്. മൂത്ത പൈതല് സ്കൂളിൽ അവരെ പൈതലിന് വിടുവാൻ തക്കവണ്ണം അത് വിട്ടു തുടങ്ങി. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെയും വളർത്തിന് ഇതിന് ആഹാരം കൊടുക്കണം, മുലപ്പാൽ ഇല്ല. ഭവനത്തിനകത്ത് എല്ലാം ശൂന്യമായി അനുഭവങ്ങൾ. എന്നാൽ പൂർണ്ണമായിട്ടും ഒരു നേരത്തെ ആഹാരം ഞങ്ങൾക്ക് കഴിക്കാനുണ്ടെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ആഹാരം കഴിക്കാനൊക്കത്തില്ലല്ലോ. അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായ പുല്ലരി എന്ന് പറയും. അത് എന്ത് പുല്ലിൻ്റെ അരിയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയാൻ പാടില്ല. പുല്ലരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കൊണ്ടുവന്ന് അരച്ച് വെള്ളത്തിനകത്ത് കുറുക്കി കൊടുക്കും. ഇത് ഒരു നേരം കൊടുക്കും, അരച്ച് കുഞ്ഞ് കുറച്ച് കുടിക്കും. രണ്ടാമത്തെ 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കൊടുക്കും. അന്നേരത്തെ ഒരല്പം രുചിക്കും, പിന്നെ അത് കുടിക്കത്തില്ല. മൂന്നാമത് വന്ന് കൊടുക്കും, അത് ഒമിറ്റ് ചെയ്യും, പിന്നെ അത് തന്നെ കൊടുക്കും. വേറെ പാല് കൊടുക്കുവാനില്ല. പിന്നെ പച്ചവെള്ളം കൊടുക്കും. ഡൽഹിയിലാണെങ്കിൽ ജൂൺ മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 42-43 ഡിഗ്രി വരെ വരുന്നതായ ഭയങ്കര ചൂട്. അപ്പോൾ കുഞ്ഞ് വളരെ ടയേർഡായി. മറ്റൊന്നും കൊടുക്കുവാനില്ലാത്ത, ഒരു ബിസ്ക്കറ്റ് പോലും കൊടുക്കുവാനില്ലാത്ത അനുഭവങ്ങൾ. 3 നേരം ആഹാരം ഞങ്ങൾക്ക് കഴിക്കുവാനില്ലാത്തതായ ഒരു സാഹചര്യം. എന്നാൽ ഒരു നേരം കഴിക്കുവാനുണ്ട്. ഞാൻ പറഞ്ഞു, നീ കുഞ്ഞിനെ നോക്കണമല്ലോ, ഒരു നേരം ആഹാരം കഴിക്കും, ഞാനിരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇരുന്ന് പ്രാർത്ഥിച്ചു. 1 ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു, 6-ാം ദിവസം പ്രാർത്ഥിച്ചു. 7-ാം ദിവസം ആരാധന കഴിഞ്ഞു. ഒരു വഴിയും തുറന്നില്ല. ആ സമയത്ത് ചർച്ചിൽ നിന്ന് എഴുന്നേൽക്കാതെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഒരു സന്ധ്യായാമം വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അല്പസമയം ഞാൻ പുറത്തു പോയി മടങ്ങി വന്ന് ഇപ്പോൾ ഗേറ്റിൽ ആരോ മുട്ടുന്നു. ഞാൻ ചെന്ന് മേളിൽ നോക്കി കഴിഞ്ഞപ്പോൾ മേളിൽ നിന്ന് കൈ കാണിച്ചു. താഴേക്ക് ഇറങ്ങി ചെന്നു. 2-ാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഈ സഹോദരിമാരെന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്ന് ചിന്തിച്ചു. ഇറങ്ങി ചെന്ന് പറഞ്ഞു, ഈ സാധനങ്ങളൊന്ന് മേൽപോട്ട് വെക്കാമോ? അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഒന്ന് നോക്കി, 2 സഹോദരിമാരാണ് താഴേക്ക് വിളിക്കുന്നതെന്ന്. ചെന്ന് നോക്കി. ഞങ്ങൾ 2 പേര് ഇറങ്ങി ചെന്നു. സാധനങ്ങളെല്ലാം എടുത്ത് കയറ്റി വെച്ചു. ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്ന്, ഇത് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ചോദിച്ചു, ഇത് എന്താണ് ഇത് കൊണ്ടുവരാനുള്ള കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച 7 ദിവസത്തെ പ്രാർത്ഥനയാണല്ലോ, ബുധനാഴ്ച ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അമ്മാമ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളെ അറിയത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, ബെന്നി എന്ന് പറയുന്നതായ ദൈവദാസന് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദൈവദാസനെ അറിഞ്ഞുകൂടാ, എന്നെ ഇവിടെയുള്ളവർക്ക് ആർക്കും കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. ഈ സമയത്ത് വീണ്ടും അവർ പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു, വീണ്ടും അവർ ചിലരോടൊക്കെ ചോദിച്ചു, അറിഞ്ഞുകൂടാ. അവസാനം ശനിയാഴ്ച ദിവസം ഒരു സഹോദരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ലാജ്വന്തിൽ ഇങ്ങനെ ഒരു ദൈവദാസനുണ്ട്, ബെന്നി എന്നാണ്, ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മിക്കവാറും ആരാധനയ്ക്ക് വരുമെങ്കിൽ അമ്മാമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ആരാധനയ്ക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ആ അമ്മാമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു ദൈവദാസനെ അറിയാം എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ അമ്മാമ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർക്ക് ഡെയിലി നീഡ്സ് അല്ലെങ്കിൽ പ്രതിദിനം ആവശ്യമുള്ളതായ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ കടയിൽ പോയി, ഞാൻ ഇങ്ങനെ പറയട്ടെ, 3 മാസം ഞങ്ങൾക്ക് കഴിക്കുവാനുള്ളതായ അരി, ആട്ട, പഞ്ചസാര, തേയില, എല്ലാ അലലെ മസാലകളും, പാല്, ബിസ്കുറ്റ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെ മേടിച്ച് കൊണ്ടുവന്ന് 2 സൈക്കിൾ റിക്ഷ നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്ന് വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്നു. അല്ല ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ പോലും അവർക്ക് ഇട്ട് കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്ത സമയം. എന്നാൽ അതിനകത്ത് ഒരു കവർ പാല് പൊട്ടിച്ചെടുത്ത് ചായ ഇട്ട് കൊടുത്ത് അവരെ മടക്കി അയക്കാൻ നേരത്തെ എൻ്റെ കയ്യിൽ 500 രൂപ കൂടെ എടുത്ത് നൽകി തന്നു. ഞാനിങ്ങനെ പറയട്ടെ, ഇവരെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു. എൻ്റെ ഭാര്യ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ചായ, ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന്, ആ ദൈവം ഇന്നും നമ്മോടുകൂടെ ഉണ്ടെന്ന് ഞാൻ വാസ്തവമായിട്ടും വിശ്വസിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി തന്നു. ഇന്നു മുതൽ ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതായ ആ തീരുമാനത്തോടു കൂടി ആയിരുന്നു ഇങ്ങനെ പറഞ്ഞത്. അച്ചായ, നമ്മുടെ ദൈവം ഏലിയാവിൻ്റെ ദൈവമാണ്, ആ ദൈവം ഹല്ലേലൂയ നമ്മോടുകൂടെ ഇന്നുമുണ്ടെന്ന് ഞാനിങ്ങനെ പറയട്ടെ. കർത്താവിൻ്റെ വേലയിൽ ഭാരങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ നേരിടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്, ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവമാണ് നമ്മളെ വിളിച്ചത്, ഒരിക്കലും കൈവിട്ട് കളയത്തില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി, വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരിക്കലും പിറുപിറുക്കരുത്, ഒരിക്കലും പിന്മാറരുത്. നിങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും അവൻ മതിയായവനായി കൂടെ ഇരുന്ന് ജയത്തോടെ നയിപ്പാൻ തക്കവണ്ണം ശക്തനായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ അത് നല്ല സാക്ഷ്യം പുറത്തു വരുവാൻ വേണ്ടിയിട്ടാണ്, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയിട്ടാണ്, കഷ്ടപ്പെടുന്ന അനേകർക്ക് ഒരു ഉത്തേജനമായി തീരുവാൻ വേണ്ടിയിട്ടാണ്, ഭാരം അനുഭവിക്കുന്നവർക്ക്, ക്ലേശം അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ നാം ഒരു ആശ്വാസമായി തീരുവാൻ വേണ്ടിയാണ് ചില പരീക്ഷകളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ മേലെ കടന്നു വരുന്നത്. അത് ദോഷത്തിനല്ല എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ മരിച്ച കുഞ്ഞിനെ ദൈവം മടക്കി തന്നു. പത്രോസിന്റെ ശൂന്യമായ പടകിനെ ദൈവം നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ടിബിയുടെ രോഗത്താൽ ഭാരപ്പെട്ടതായ ഭാര്യയെ ജീവനോടെ ദൈവം മടക്കി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഏതെല്ലാം നിലകളിലാണ് എൻ്റെ ജീവിതം ഞാൻ നയിച്ചിരുന്നതും പാപ വഴികളിൽ നിന്നും എന്നെ വേർതിരിച്ച് ദൈവം തിരഞ്ഞെടുത്തത് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇനി ഞാൻ അവസാനം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വളരെ പീഡനത്തിന്റെ മധ്യത്തിലൂടെ കടന്നുപോയതായ ഒരനുഭവം കൂടെ ഞാൻ പങ്കുവെക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. 2009 ഡിസംബർ മാസം 22-ാം തീയതി, ഈ ദിവസത്തിന് തൊട്ടു മുമ്പായിട്ട് ഞാനൊരു കൺവെൻഷൻ നടത്തി, ഒരു 3-4 മാസം മുമ്പ്. ആ കൺവെൻഷനിൽ എൻ്റെ കൂട്ട് ദൈവദാസനായിരിക്കുന്ന പാസ്റ്റർ രഹു എബ്രഹാം കടന്നു വന്ന് എന്നെ സഹായിപ്പാനും സഹകരിപ്പാനും ഇടയായി തീർന്നു. തുടർന്ന് ആ ദേവദാസന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരു പുതിയ പ്രവർത്തനമാണ്, ഹരിയാനയിലേക്ക് കടക്കുന്ന ബോർഡറിനോടടുത്ത നജഫ്ഗഡ് എന്ന് പറയുന്നതായ സ്ഥലത്താണ്. ഇടയ്ക്കിടയ്ക്ക് ആ ദേവദാസന്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ കടന്നു ചെന്ന് ദേശം ചുറ്റി പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യാറുണ്ട്. അതിനുശേഷം പറഞ്ഞു, ദേവദാസനെ ക്രിസ്മസ് പ്രോഗ്രാം നടത്തുവാൻ ആഗ്രഹിക്കുന്നു, സുവിശേഷം അറിയിക്കുവാനായിട്ടുള്ളതായ ഒരു സംരംഭമായിട്ട് ദേവദാസൻ കടന്നു വന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കടന്നു വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേ ദിവസം മറ്റൊരു ദേവദാസൻ എന്നെ കാണാനായി എൻ്റെ ഭവനത്തിൽ വന്നു. ഒരു 11 മണിയോടെ അടുത്ത സമയത്ത് ഞങ്ങൾ ദീർഘമായ സമയം ഇരുന്ന് സംസാരിച്ചു. എനിക്കൊരു മറ്റൊരു മീറ്റിങ്ങിന് നോട്ടീസ് നൽകി തന്നു. എൻ്റെ ഭാര്യ ഞങ്ങൾക്ക് 2 പേർക്കും ആഹാരം ഉണ്ടാക്കി. ഞങ്ങൾ 2 പേരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇനി ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്താണ് പ്രോഗ്രാം? അപ്പോൾ പറഞ്ഞു, നമ്മുടെ രഘുപാസിൻ്റെ ചർച്ചിലെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമാണ്, അവിടെ വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പോകണം. ഞാൻ പറഞ്ഞു, എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്, അപ്പം നമുക്ക് ഒരുമിച്ച് അങ്ങനെയാണെങ്കിൽ പോകണം. അതിനെന്താ, പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരു 2 മണിയോടെ സമയത്ത് ഇവിടുന്ന് യാത്ര തിരിച്ചു. 2 ബസ് മാറി കയറി ഇറങ്ങി. 3-ാമത് ഒരു ഓട്ടോയിൽ കയറി അവിടുന്ന് നജഫ്ഗഡിൽ നിന്ന് ബാദുർഘട്ട് പോകുന്ന റോഡിൽ കാളിപ്യാവ് എന്ന് പറയുന്ന ജംഗ്ഷൻ ചെന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറുമ്പോൾ അപ്പോൾ ഏകദേശം 4 മണി
മുതലാണ് ക്രിസ്മസ് പ്രോഗ്രാം. ഞങ്ങൾ ഒരു 4:20 അടുക്കുന്നു അവിടെ ചേർന്ന്, ഒരു 4:15 കഴിഞ്ഞ സമയം. ഇങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുന്ന റോഡിലേക്ക് കയറി ക്രോസ് ചെയ്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു 10-20 പേര് അല്ലെങ്കിൽ അതിൽ കൂടി ഒരു 10-30ഓളം പേര് അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങോട്ട് കടന്ന് ക്രോസ് ചെയ്തപ്പോൾ കൈ കൊട്ടിട്ട് വിളിച്ചു, ഹേയ് എന്ന് പറഞ്ഞു. ഹിന്ദിയിലാണ് വിളിച്ചത്. ഇവിടെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ദേവദാസിനെ, ഇത് നമ്മുടെ ആൾക്കാരല്ല, നമുക്കങ്ങ് പോയേക്കാം. ഞങ്ങൾ 2-3 സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചപ്പോൾ, ഹേയ് ഇതിലാവോ എന്ന് പറഞ്ഞ് ഇവിടെ വരാൻ പറഞ്ഞു വിളിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ചുറ്റും വന്ന് ഇവരങ്ങ് നിന്നു. ഞങ്ങളോട് ചോദിച്ചു, എവിടെ പോവാ? ഞാൻ പറഞ്ഞു, ക്രിസ്മസ് പ്രോഗ്രാം കാണാൻ വേണ്ടി പോവുക. ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ബാഗാ കാണിച്ചു, ഇത് ബൈബിളാന്ന് പറഞ്ഞു. തുറന്ന് കാണിക്കാൻ പറഞ്ഞു, തുറന്ന് കാണിച്ചു. തെരെ നാം ക്യാ ഹെ, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ദേവദാസൻ പറഞ്ഞു, എൻ്റെ പേര് ചെറിയാൻ കേസി എന്നാണ് ആ ദേവദാസിൻ്റെ പേര്. എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്തുവാ? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ബെന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു, നിന്റെ ശക്കൽ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാ പറയുക, ശക്കൽ എന്നുള്ളതിന് മലയാളം എനിക്ക് അത് ഓർമ്മ വരുന്നില്ല, സ്വരൂപം കണ്ടിട്ട് മതപരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞാനൊരു ക്രിസ്തീയ ഭവനത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മതപരിവർത്തനം നടത്താനല്ലേ ക്രിസ്മസ് പ്രോഗ്രാം നടത്തുന്നത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു പരിപാടി നടത്താൻ സമ്മതിക്കത്തില്ല, ഇവിടെ നിന്ന് വിട്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പോകാമെന്ന് വിചാരിച്ച് പുറകോട്ട് കാല് വെക്കാൻ നേരത്ത്, അല്ല അഥവാ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെക്കുന്ന സമയത്ത് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ധൈര്യത്തോടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, പേടിപ്പിച്ചിട്ട് വിടാനായിരിക്കും ദൈവാത്മാവ് അങ്ങനെ പറയുകയാണെങ്കിൽ. ഞാൻ വ്യക്തമായി ദൈവശബ്ദം എൻ്റെ അതുകൊണ്ട് ഞാൻ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പേടിപ്പിച്ചിട്ട് വിടാനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരുടെ മേത്ത് മുട്ടണ്ട, ഇങ്ങനെ ഒരു സ്റ്റെപ്പാണ് പുറകോട്ട് വെച്ചത്, ചുറ്റും നിൽക്കുകയാണല്ലോ. ഞാനിങ്ങനെ കൈ കൂപ്പിയിട്ട് പറഞ്ഞു, ഒരു നല്ല കാര്യത്തിന് വന്നതല്ലേ, ഞങ്ങളെ അങ്ങ് വിട്ടേരെന്ന് പറഞ്ഞു. തേര അച്ചാക്കാം, നിന്റെ ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ നിന്നതായ വ്യക്തി ഒരൊറ്റ ചവിട്ട് എൻ്റെ നെഞ്ചിന്. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കണമേ, ഞാൻ ഒരു 6 അടിയോളം തെറിച്ച് ചെന്ന് പുറകോട്ട് മലന്നടിച്ചു വീണു. അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു, എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. എഴുന്നേറ്റ് പറഞ്ഞു. ഞാൻ വീണ്ടും വളരെ കഷ്ടപ്പെട്ട് എൻ്റെ കൂടെയുള്ള ദേവദാസിൻ്റെ മുട്ടയിൽ ഞാനിങ്ങനെ കൈ താങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതുപോലെ എൻ്റെ നെഞ്ചിന് ചവിട്ടി. വീണ്ടും ഞാൻ അതുപോലെ തന്നെ തെറിച്ച് ചെന്ന് വീണ്ടും വീണു. വീണ്ടും എഴുന്നേറ്റ് വരാൻ നേരത്തെ എൻ്റെ കൂടെയുള്ള ദേവദാസൻ ഇങ്ങനെ വളരെ സങ്കടത്തോടെ പറഞ്ഞു, ഇദ്ദേഹത്തെ ഇങ്ങനെ അടിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്തായി തീരും? 2 പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത് എന്ന് പറയാനായിട്ടാണ് ആഗ്രഹിച്ചെങ്കിലും ഇങ്ങനെ അടിച്ചാൽ എന്തായി തീരുമെന്ന് ചോദിക്കും. അദ്ദേഹത്തിന്റെ തോളിലൂടെ 2 കൈയും ഇങ്ങനെ ഇട്ടേച്ച് വയറിന് മുട്ടുകാലിന് ഒറ്റ താങ്ങ്. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം അയ്യോ എന്ന് പറഞ്ഞു നിലത്തേക്ക് മുട്ടുകുത്തി വീഴുന്നതായ അനുഭവമാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ഇടിച്ചുകൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അടിച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നതായ ഭാഗം ഞാൻ കണ്ടു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഞാൻ 3ാമത്തെ സമയത്ത് എഴുന്നേറ്റ് ഇങ്ങനെ നിവർന്നു വരുമ്പോൾ ഒരു 5-8 പേര് എൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. എന്നിട്ട് അപ്പം കുറച്ച് 5-8 പേരിൽ മേളിൽ അവരെ അടിച്ചുകൊണ്ട് പോയി. ഏകദേശം ഒരു 10-30ഓളം പേരുണ്ട്. എല്ലാവരും ഇങ്ങനെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഇവൻ്റെ നട്ടെല്ല് ചവിട്ടി ഓടിക്കുക എന്ന് പറയുകയാണ്. ഈ ശബ്ദം എൻ്റെ ചെവിയിൽ വീഴുകയും പുറയിൽ നിന്ന വ്യക്തി എൻ്റെ നട്ടെല്ലിൽ ചവിട്ടുവാനിടയായിത്തീർന്നു. എൻ്റെ നട്ടെല്ലും അതിനെ താങ്ങി നിർത്തുന്ന ഈ കശേരുക്കളും പെട്ടെന്ന് ഇങ്ങനെ ആയിത്തീരുവാനിടയായിത്തീർന്നു. ആദ്യം എന്നെ തൊഴിച്ച വ്യക്തിയുടെ തോളിലേക്ക് ചെന്ന് വീണു. അദ്ദേഹം ഒരു 6 അടി പൊക്കത്തിന് മേളിലുള്ള വ്യക്തിയാണ്. മുടി ഇവിടം വരെ വളർത്തിയിട്ടുണ്ട്. ഒരു കൊടി ഇങ്ങനെ ചുരുട്ടി ഇവിടെ കെട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒരു 20-30 വയസ്സിന് ഇടയ്ക്കുള്ളവർ, ഏതോ കലകൾ പരിശീലിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ ജിംനാസ്റ്റിക്കിൽ പോകുന്നവരോ ആണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ശരീര പ്രകൃതിയാണ് അവരുടേത്. ഇദ്ദേഹത്തിൻ്റെ തോളിലേക്ക് ചെന്ന് വീണു. ഇദ്ദേഹം എന്നെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. വലത്തെ കൈ കൊണ്ട് ശബ്ദമായിട്ട് ഇവിടെ ഒരു സർദാറന്മാരിടുന്നതായ ഒരു തള പോലെ അല്ലെങ്കിൽ ഒരു വള വലിയ കട്ടിയുള്ളതാണ് ചില ഹിന്ദിക്കാർ ഉപയോഗിക്കുന്ന, അത് കൈ കടക്കണ്ട് എന്നെ ശക്തമായിട്ട് ഇങ്ങനെ ഇവിടെ ഇടിച്ചപ്പോൾ എൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ കൺപുരികത്തിനകത്താണ് ഈ വള വന്ന് കൊണ്ടത്. എൻ്റെ ഇവിടെ കൊണ്ടിട്ട് ഈ കണ്ണ് മുഴുവൻ ആലയിൽ ചെയ്ത് വെച്ചു. ഈ എല്ലിനകത്ത് ഒരു ചെറിയ ചോട്ട് പറ്റി. ഇപ്പോഴും അവിടെ ഒരു മുഴ കണക്ക് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. തൊട്ട് നോക്കിയാലാണ് അത് അറിയാൻ പറ്റത്തുള്ളൂ.
രണ്ടാമത് അതുപോലെ തന്നെ വീണ്ടും ഒരു ഇടി. അത് വന്ന് കൊണ്ടത് ഈ താടിയെല്ലിൻ്റെ കോണിൽ. വാ തുറന്നാൽ അടയത്തില്ല, അടഞ്ഞാൽ പിന്നെ തുറക്കത്തില്ല. ഇതുപോലെ ചെന്ന് കൊണ്ടു. അപ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. വായ തുറന്നാൽ പിന്നെ അടയ്ക്കരുതില്ല, അടയ്ക്കണം. എന്താ വെച്ചാൽ ഇവിടുത്തെ അലൈൻമെൻറ്റിനകത്ത് എന്തോ സംഭവം ഉണ്ടായി. അതിനുശേഷം എന്നെ വീണ്ടും പിടിച്ചു. വീണ്ടും എല്ലാ ഇടിയും ഒരു 200 കിലോ വെയിറ്റിന് മേളിലുള്ളതാണ് വന്ന് വീഴുന്നത്. ഒറ്റ ഇടിക്ക് തന്നെ എൻ്റെ തല നേരെ നിൽക്കാതായി. പക്ഷെ ഉള്ളിൽ ബോധമുണ്ട്, തല നേരെ നിൽക്കുന്നില്ല. ഇത്രയും സമയത്ത് ദൈവം എന്നോട് പറഞ്ഞ് ധൈര്യമായിട്ട് നിൽക്കാനല്ല പറഞ്ഞു. അപ്പോൾ ഈ 1-2 ചവിട്ട് കിട്ടിയപ്പോൾ ഞാൻ ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്നെ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഭയ്യ ഛോട് ദീജിയെ, ഭയ്യ ഛോട് ദീജിയെ, സഹോദര എന്നെ വിട്, സഹോദര എന്നെ വിട് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവാത്മാവിനോട് പറയേണ്ടത് ധൈര്യമായിട്ട് നിൽക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 1-2 അടി തന്നിട്ട് വിടാനായിരിക്കും. ദൈവനാമത്തിന് വേണ്ടി എന്തുമാത്രം ആളുകൾ അടി കൊണ്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചു. എന്നാൽ അവിടുന്ന് എന്നെ മൂന്നാമത് ഒരു ഇടി ഇടിച്ചു. ഞാൻ പറയട്ടെ, എൻ്റെ കറക്റ്റ് മൂക്കിനാണത് ഇടിച്ചത്. ആ മൂക്കിന് ഇടിച്ചെങ്കിലും അത് 1 ഇഞ്ച് മാറി ഇവിടെ വന്നു കൊണ്ടു. നോക്കി, ഇവിടെ ഈ കൊള്ളേണ്ട ഇടി ഇവിടെ വന്നു കൊണ്ടു. ആ മൂക്കിനുള്ള ഇടി കൊണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണത്തില്ലായിരുന്നു. കാരണം ഒറ്റ ഇടിക്ക് എൻ്റെ ആത്മാവ് തീർന്നേനെ, മരണപ്പെട്ടേനെ. എന്നാൽ ദൈവത്തിൻ്റെ ആർദ്ര കരുണ പ്രകാരം ഇവിടെ വന്ന് കൊണ്ടത് ഒരനുഗ്രഹമായി എന്ന് പറയുവാനൊക്കെ ഞാൻ തീരട്ടെ. കാരണം ഇവിടെ വന്ന് പൊട്ടിയിട്ട് എൻ്റെ ബ്ലഡ് മുഴുവൻ എൻ്റെ മുഖത്തവിടെ സ്പ്ലഡായി എന്നെ താഴേക്ക് തള്ളിയിട്ടു. ഇവിടെ നിന്ന് ഒരു വ്യക്തി എന്നെ തൊഴിക്കും. ഞാൻ 3 പ്രാവശ്യം അപ്പുറം ചെന്ന് മറിഞ്ഞ് വീഴും. അവിടെ നിൽക്കുന്ന വ്യക്തി ഇങ്ങോട്ട് തൊഴിക്കും. ഇങ്ങനെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കുറേ നേരം എന്നെ തൊഴിക്കുവാനിടയായി തീർന്നു. ഞാൻ എഴുന്നേൽക്കാൻ പരിശ്രമിച്ചാൽ എൻ്റെ പെടലിക്ക് തൊഴിക്കും, എൻ്റെ തല നിലത്ത് ഞാൻ അടിച്ച് വീഴും. അങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ പെടലിക്ക് തൊഴി കിട്ടുവാണ്. അപ്പോൾ തൊഴിച്ച് വീഴ്ത്തുക. ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയും. ഉള്ളിൽ ബോധമുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയാത്ത അനുഭവത്തിൽ ആയിത്തീർന്നു. ഈ സമയത്ത് പ്രിയമുള്ളവരെ, ഒരു വ്യക്തി പറയുകയാണ്, ഇദ്ദേഹത്തെ വിട്, ഇനി ഇവൻ രക്ഷപ്പെടത്തില്ല എന്ന്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മരിച്ചു എന്ന് വിചാരിച്ച് വലിച്ചെറിഞ്ഞ ഒറ്റ വ്യക്തിയുള്ളൂ, അത് അപ്പോസ്തലനായ പൗലോസാണ്. അങ്ങനെ ഹല്ലേലൂയ, അതെ, 2-3 പേര് വിട്ടുമാറി. പേടി തോന്നിയിട്ടായിരിക്കും ഈ ബ്ലഡ് കണ്ടതുകൊണ്ട് വീണ്ടും 2-3 പേര് തൊഴിക്കുന്നുണ്ട്, കരുണയില്ലാത്തതുപോലെ. ഞാൻ പറയട്ടെ, എൻ്റെ ശരീരം ചതയാത്ത സ്ഥലങ്ങളില്ല. ഡിസംബർ മാസം 22-ാം തീയതി എന്ന് പറയുന്നത് ഡൽഹിയിൽ കൊടും തണുപ്പാണ്. ഏകദേശം 4 ഡിഗ്രിക്ക് ഹല്ലേലൂയ മുകളിൽ തണുപ്പുള്ളതായ സമയമാണ്. 3-4 ഡിഗ്രി തണുപ്പുള്ളതായ സമയം. എല്ലാവരും ഷൂ ഇട്ടിരിക്കുകയാണ്. നല്ല ആ ഷൂ ഇട്ടുള്ള തൊഴിയാണ്. അങ്ങനെ ചതയപ്പെട്ടതായ ശരീരമായി ഞാൻ നിലത്ത് വീണ് കിടക്കുമ്പോൾ അവസാന വ്യക്തി പറയാണ്, ഇവൻ രക്ഷപ്പെടത്തില്ല, ഇവനെ വിട്ടേര്, ഇവൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് തള്ളി മാറ്റി. ആദ്യം പറഞ്ഞ വ്യക്തി അവനെ തള്ളി മാറ്റി എന്നെ വിട്ട് പോകാൻ നേരത്ത് ഒരു 4 വീലർ എൻ്റെ നേരെ ഓടിച്ചുകൊണ്ട് വരുന്നു. ഒരു 4 വീലർ എൻ്റെ നേരെ ഓടിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ വിചാരിച്ചു എല്ലാം ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഈ പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ വണ്ടി എൻ്റെ ഒരു അടി ചെവിയുടെ അതേ ഭാഗത്തൂടെ അങ്ങ് കടന്നു പോകുവാനിടയായിത്തീർന്നു. 1 അടി അകലത്തിൽ. ആ അകലത്തിൽ കടന്നു വളരെ പതുക്കെയാണ് പോകുന്നത്. ആ സമയത്ത് പറയണം, ഇവനെ പിടിച്ച് കയറ്റ് എന്ന് പറയുന്നു. അപ്പം ഞാൻ ഒരു 4 വീലറും കടന്നുപോയി, 2 വീലറും കടന്നുപോയി എൻ്റെ പിന്നാലെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ഇവർ വിട്ടു, എൻ്റെ കൂടെയുള്ള ദേവദാസനെ കയറ്റിക്കൊണ്ടു പോകണമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഒരു മരണകരമായ ഭീതി എൻ്റെ മേൽ വന്നു. മരിക്കാൻ എനിക്ക് അന്നും പേടിയില്ല, മരിക്കാൻ എനിക്ക് ഇന്നും പേടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. എന്നാൽ എൻ്റെ ഉള്ളിലുണ്ടായ വസ്തുത ഞാൻ പറയട്ടെ, എൻ്റെ കൂടെയുള്ള ദൈവദാസനെ പിടിച്ചുകൊണ്ട് പോയാൽ, കർത്താവേ, എനിക്ക് ആ ദൈവദാസനെ മടക്കി കിട്ടുമോ? എന്തെങ്കിലും ഒരു തെളിവുണ്ടാകുമോ? എവിടെ കൊണ്ടുപോകും? ഞാൻ എങ്ങനെ സമാധാനം പറയുമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയി. എൻ്റെ മനസ്സാകെ തകർന്നു പോയി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ മരണകരമായ സാഹചര്യത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. ഒരു 3 മിനിറ്റ് പോലും ആയില്ല. അയക്കുമ്പോൾ ഒരു കാലിൻ്റെ സൗണ്ട് കേട്ടു. ഒരു 8 വയസ്സുള്ള മോൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഏതോ ഒരു മകൻ, നിങ്ങൾ പാസ്റ്ററാണോ എന്ന്. ഞാൻ ഇങ്ങനെ കണ്ണു തുറക്കാതെ ഞാൻ പറയുന്ന, എനിക്ക് സംസാരിക്കാൻ ശരിക്കും പറ്റുന്നില്ല. എൻ്റെ വായുടെ മുകളിൽ പൊടിയുണ്ട്, മുഖത്ത് അല്ലെങ്കിൽ ബ്ലഡ് ഉണ്ട്, മണലുണ്ട്, എല്ലാം അങ്ങനെ അലലിയെ കിടക്കുകയാണ് തലവെക്കാതെ. ആ കൊച്ചു പറഞ്ഞു, പപ്പാ ജൽദിയാവോ, വേഗം വാ, ഇത് ഒരു പാസ്റ്ററാണെന്ന് പറയാനിടയിൽ. 1 കിലോമീറ്റർ മുമ്പ് തിരിഞ്ഞു പോകേണ്ട ഒരു കുടുംബമാണ്. അദ്ദേഹം ഒരു CRP ഉദ്യോഗസ്ഥനാണ്, ഒരു വിശ്വാസിയാണ്. ദൈവാത്മാവ് പറയാണ്, ഇതിലൂടെ ചെന്നിട്ട് നിങ്ങൾ പോകണമെന്ന്.
അങ്ങനെ വരുമ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ ഒരു 10-100 പേര് അല്ലെങ്കിൽ കൂടി നിൽക്കുന്നു. ആരും അടുത്തേക്ക് വരുന്നില്ല. 2 പേര് റോഡിൽ കിടക്കുന്നു. നല്ല വസ്ത്രം ധരിച്ചവരാണ്. ഒരു ബാഗ് കിടക്കുന്നു. മദ്യപിച്ചിട്ട് കിടക്കുന്നതല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ചോദിച്ചത്. ആ സമയത്ത് എന്നെ ഓടി വന്ന് അദ്ദേഹം എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എൻ്റെ കാല് തുറയ്ക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാര്യങ്ങളിലേക്ക് എന്നെ കൊടുത്തു. ഭാര്യ എന്നെ കഷത്തിലൂടെ കൈയിട്ടിട്ട് ചേർത്ത് പിടിച്ചു. പക്ഷെ ആരും എന്നെ താങ്ങാൻ ബലമില്ല. ഞാനൊരു പരസ്യത്തിൻ്റെ ബോർഡ്, ഇതുപോലെ ഒരു പരസ്യത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ പിടിച്ചു. എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വായിൽ നിന്ന് ഞാനിതിങ്ങനെ തുപ്പിക്കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു ദൈവദാസനുണ്ടായിരുന്നു, അത് എന്തേ? ഇത്ര എനിക്ക് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞത് തിരിയാത്തത് കൊണ്ടാണോ അവരെന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്? ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ, ഇനി ആരും ഒന്നും ചെയ്യത്തില്ല, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും വളരെ പ്രയാസപ്പെട്ട് പറഞ്ഞു, പറഞ്ഞാൽ തിരിയണമല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്ത്? അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തെ ബാർത്തൂമിൽ കൊണ്ടുപോയിരിക്കുക. എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു, എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഭർത്താവാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. പറയാം, അദ്ദേഹത്തെ വയറ്റത്തിനകത്ത് മുട്ടുകാല് കൊണ്ട് ഇടിച്ചപ്പോൾ മലം വെളിയിൽ വന്നു. പ്രിയമുള്ളവരെ, ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഡൽഹിപ്പെടുത്തുന്ന അനേക ദൈവദാസന്മാരൊക്കെ എൻ്റെ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഇത് സത്യമാണോ എന്ന് അതിശോക്തി ഉണ്ടോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണമേ, 3 ഹരിയാനക്കാരായിട്ടുള്ളവരുടെ വീട്ടിൽ പോയി ബാത്റൂമിൽ ഇരിക്കാൻ അനുവാദം ചോദിച്ചിട്ട് അവർ അനുവാദം കൊടുത്തില്ല. ഒരു വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ വെള്ളം തരാം, നിങ്ങൾ വെളിയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ വെളിയിൽ ബാത്റൂമിൽ പോയിട്ട് ആ വെള്ളത്തിനകത്ത് ജട്ടി കഴുകി ആ ദൈവദാസൻ അത് വീണ്ടും ധരിച്ച് മടങ്ങി വരുമ്പോൾ രക്തം ഞെറ്റി പൊട്ടി ഒഴുകുന്നതാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അലലിയ കരഞ്ഞു, കൈ കൊടുത്തു. അതിനുശേഷം അവിടെയുള്ളൊരു ക്ലിനിക്കിൽ, അവിടെ തൊട്ടടുത്തൊരു ക്ലിനിക്കുണ്ട്, ആ ജംഗ്ഷനിൽ തന്നെ ഉണ്ട്. ആ ക്ലിനിക്കിൽ കയറി അവിടെ മുറിവ് വച്ച് കെട്ടി വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. എനിക്കും മരുന്ന് തന്നു. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അവിടുത്തെ ആ മീറ്റിംഗ് നടക്കുന്നിടത്തിലേക്ക് ഞങ്ങളെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, ഒരു പ്രയാസമുണ്ടായി വിരോധികളാൽ, ഞങ്ങൾക്ക് ഒരു ഓട്ടോ വിളിച്ചു തന്നാൽ ഞങ്ങൾ മടങ്ങിപ്പോക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പാശമാമയാണ് എടുത്തത്. പറഞ്ഞു, ദേവദാസന്മാരെ അങ്ങനെ ചെയ്യരുത്, ഇവിടെ ദേവദാസന്മാരുണ്ട്, അവർ പറയുന്നതിനനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2 ബൈക്ക് അവിടെ നിന്ന് വിട്ടു. അതായത് അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, ടെൻറ്റിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ നിന്ന് വിട്ടു. 2 ബൈക്കിൽ മറ്റേ ദേവദാസൻ കയറിയിരുന്ന തോളെ കയറ്റിയിരുന്നു. ഞാനും എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നെ പിടിച്ച് കയറ്റിയിരുത്തി. ഞാൻ തോളയിൽ ഓടിക്കുന്ന ഞങ്ങളുടെ തോളെ കൈയിട്ടു. ചർച്ചിൽ കൊണ്ടുവന്ന് എന്നെ കിടത്തി. എനിക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കൂടെയുള്ള ദേവദാസനെ കസേരയിൽ ഇരുത്തി. മറ്റുള്ള ദേവദാസന്മാർ പെട്ടെന്ന് വന്നെല്ലാം അത് കണ്ടു. ഞാൻ പറയട്ടെ, അന്ന് അവിടുത്തെ മീറ്റിംഗ് നടത്തുന്ന പ്രസംഗിക്കുന്ന ദേവദാസനായ പാസ്റ്റർ ഷിബു കെ മത്തായി പാസ്റ്റർ ആടെ പേര് ഞങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ടെൻറ്റിലുണ്ടെന്ന്. ആ ദേവദാസൻ അവിടെ ചെന്ന് കാറിൽ ചെന്ന് ഇറങ്ങിയതുകൊണ്ട്, ഇവരുടെ അപ്പുറം ചെന്ന് ക്രോസ് ചെയ്ത് ഇറങ്ങിയതുകൊണ്ട് ആ ദേവദാസനെ ഉപദ്രവിക്കാൻ കിട്ടിയില്ല. 2, അന്ന് മീറ്റിംഗ് ക്രമീകരിക്കുന്ന ദേവദാസനാണ് പാസ്റ്റർ രഘു അബ്രഹാം. അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇവരുടെ 2 പേരുടെയും പേര് നോട്ടീസിലുണ്ടായിരുന്നു. അപ്പം അതും അദ്ദേഹം രാവിലെ മുതൽ ടെൻറ്റിനകത്തായിരുന്നു. ടെൻറ്റിനകത്ത് വീഡിയോ ക്യാമറ വെച്ചിരുന്നുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ എന്നാൽ ഞങ്ങളെ 2 പേരെ ആദ്യം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, എന്നാൽ 3ാമതൊരു വ്യക്തി, ഞാൻ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട്, വെള്ളം തരാനായിട്ട് വന്ന സമയത്ത് ആ ദേവദാസൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും മേടിച്ച് കളഞ്ഞ് തൊഴിച്ചിട്ട് ആ ദേവദാസനെ ഉപദ്രവിച്ച് അങ്ങനെ 3 പേരെ അന്ന് ഉപദ്രവിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഇങ്ങനെ ഉപദ്രവിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ആളുകളെല്ലാം അടുത്ത് ഓടിക്കൂടുവാനിടയായിത്തീർന്നു. ഈ സമയത്ത് ആൾക്കാർ ചോദിച്ചു, ഇവൻ എന്തിനാണ് ഉപദ്രവിച്ചത്, ഇവരാരാണ്, എവിടെ നിന്ന് വന്നവരാണ്, എന്ത് കാരണത്താലാണെന്ന് ചോദിച്ചു. ഈ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കാൻ തന്നു. ആദ്യം വെള്ളം തന്ന ദേവദാസൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നു. ഞാനത് വായിൽ കുലുക്കൊഴിഞ്ഞ് അത് തുപ്പിക്കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ദേവദാസന്മാരാണ്, ക്രിസ്മസ് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ സഹോദരന്മാർ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇവരുടെ സംഘടന ഇവരെ പഠിപ്പിക്കുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള എന്തെങ്കിലും തെറ്റായ ധാരണ മുഖാന്തരമായിരിക്കാം ഞങ്ങളെ ഉപദ്രവിച്ചത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കടന്നു വന്നത് മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ജനിച്ചതായ ദിവസമാണ് ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. ആ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നാണ്. എന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട്, ഞാനിപ്പോൾ എത്ര സെക്കൻഡ് എടുത്തു പറയാൻ, അത്രയും സമയം എടുത്തുകൊണ്ട് ഞാൻ പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് മറ്റുള്ളവർ പറയുകയാണ്, എന്തിനാണ് ഇവരെ ഉപദ്രവിച്ചത്, നമ്മളും പ്രാർത്ഥിക്കുന്നവരാണ്, ഇങ്ങനെ നമ്മുടെ ഈ സ്ഥലത്ത് വെച്ച്
ഇങ്ങനെ നമ്മളെ ഇവരെ ഉപദ്രവിക്കരുതായിരുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ എടുത്തതായ ആ സഹോദരൻ CRP ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു ഒരു കേസ് കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ മറ്റേ ദേവദാസം എന്നോട് ചോദിച്ചു. ആ ദേവദാസൻ പറഞ്ഞു ബെന്നിപ്പാസ് എന്ത് പറയുന്നോ അത് തന്നെയാണ് പറയാനായിട്ട്. എങ്കിലും ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞ് അദ്ദേഹം ഒരു CRP ഉദ്യോഗസ്ഥനായതുകൊണ്ട് നജവഗഡ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അവിടെ 2 പോലീസുകാർ വന്ന് എന്നോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്നാൽ ഇങ്ങനെ ഞാൻ അവിടെ ആ റോഡിൽ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു ഈ സഹോദരന്മാരെ എന്തിനാണ് ഉപദ്രവിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും തെറ്റായ ധാരണയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സംഘടന എങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കംപ്ലൈൻ്റ് ഇല്ല, എന്നാൽ ഇനി ഇങ്ങനെ ഒരു ദൈവസഭയ്ക്കോ ആൾക്കും ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. ഏതോ ഒരു അതായത് ബജരംഗ് ദൾ പോലുള്ളതായ ആളുകളെ അവിടെ വിളിച്ചു വരുത്തി, മറ്റൊരു സ്ഥലത്ത് വിളിച്ചു വരുത്തി അവർ ടെൻറ്റിൽ കയറി ഉപദ്രവിക്കാൻ പ്ലാനിട്ട് വന്നതാണ്. എന്നാൽ ദൈവം ഒരു 100-300 സ്ത്രീകളും അതേ കുട്ടികളും പുരുഷന്മാരുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളെ 3 പേരെ ഏൽപ്പിച്ചു കൊടുത്ത് ആ വലിയൊരു വിപത്തിൽ നിന്ന് ദൈവം അവിടെ വിടുവിപ്പാനിടയായി തീർന്നു. എന്ന് മാത്രമല്ല പോലീസുകാരെ വിളിച്ചുകൊണ്ടുവന്ന് അവിടെ റോട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ കയറി നിന്ന് സംസാരിച്ച കടക്കാരൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, എൻ്റെ മകനായിരുന്നു ഇവിടെ, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ അവിടെ തന്നെ ഞങ്ങൾക്ക് മരുന്ന് തന്നു. അപ്പം തന്നെ അദ്ദേഹം പോയിട്ട് പറഞ്ഞു ജോലിക്കാരനോട് പറഞ്ഞു അത് അടിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ പലരോടും ചോദിച്ചപ്പോൾ ആരും കണ്ടതും കേട്ടതായിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവം മാത്രമാണ് നമുക്ക് തുണയുള്ളൂ, മനുഷ്യരാരും നമുക്ക് തുണ നിൽക്കത്തില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പ്രയോജനമില്ല. നമുക്ക് വേണ്ടി വാദിക്കുന്നതായ ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. അവൻ ഏറ്റവും ശ്രേഷ്ഠകരമായി കാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീർന്നു. പിന്നെ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പുകാർ ഇടപെട്ട് അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിന് കത്ത് കൊടുക്കുകയും അവരാ കേസ് അന്വേഷിക്കുകയും അന്നേരത്തും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആരെയും പിടിച്ച് ശിക്ഷിക്കാനല്ല, ഇനി മറ്റൊരു സഭയ്ക്ക് ഇങ്ങനെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞ് ആ കാര്യങ്ങൾ അത് തീർക്കുവാനിടയായിത്തീർന്നു. അത് എവിടത്തുകാരാണെന്നുള്ള കാര്യം ഇന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നതിന് ശേഷം പെട്ടെന്ന് ക്രിസ്മസിൻ്റെ പ്രോഗ്രാം അവസാനിപ്പിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ മുഖം മുഴുവൻ കറുത്തു. എന്നെ ആദ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കൈകൂപ്പിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. ഞാൻ വിചാരിച്ചു ഒരു 5-8 ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ശരീരം മുഴുവൻ വേദന, ശരീരത്തെ നീറി കയറിക്കൊണ്ടിരുന്നു. പല സ്ഥലത്തും ഫോൺ കോൾ വന്നു, അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. 6 മണിയായപ്പോൾ രഘു പാസ്റ്റർ മറ്റുള്ള ദേവദാസന്മാർ 2-3 പേര് വന്ന് എന്നെ കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ പറഞ്ഞു അകത്തുള്ള ചതവില്ല, പുറത്തുനിന്നുള്ള ചതവേ ഉള്ളൂ. എന്നാൽ എൻ്റെ മുഖം മുഴുവൻ കറുത്തിട്ട് 1-1.5 മാസം എൻ്റെ മുഖത്തേക്ക് ആരും നോക്കത്തില്ലായിരുന്നു. അവിടുന്ന് മരുന്ന് മേടിച്ചിട്ട് എല്ലിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടുന്ന് ഒരു നോർമൽ എക്സ്റേ എടുത്തു. അവർ പറഞ്ഞു എല്ലിനും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നീരും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5-8 ദിവസത്തേക്കുള്ള മരുന്ന് തന്നു. 8 ദിവസം കഴിഞ്ഞിട്ടും ശ്രദ്ധിച്ച് കേൾക്കണമേ, ഞാൻ നിവരത്തില്ല, എനിക്ക് നിവരാൻ കഴിയത്തില്ലായിരുന്നു. ഒരു ജെട്ടിയോ ഒരു പാൻറ്റോ എനിക്ക് ചേഞ്ച് ചെയ്യാൻ, ഒരു കാല് പൊക്കിയിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. ബാത്റൂമിൽ എനിക്ക് ഇരിക്കാൻ കഴിയത്തില്ല. എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു താങ്ങ് എവിടെയെങ്കിലും കൈ കൊടുക്കാതെ നിൽക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ പ്രയാസമായി തീർന്നപ്പോൾ വീണ്ടും ഒരു എല്ലിൻ്റെ ഡോക്ടറെ കാണിച്ചു. ഒരു ഡിജിറ്റൽ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ L5 എന്ന് പറയുന്നതായ ബോണിന് നട്ടലിന് ഇൻസൈഡിൽ നിന്ന് പൊട്ടലുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഒരു MRI എടുത്തു. ആ MRIയിലും ഡെല്ലിൻ്റെ ഇൻസൈഡിലായിട്ട് ഒരു ചതവും ഒരു പൊട്ടലുമുണ്ടെന്ന് ക്ലിയറായി കാണുവാനിടയായിത്തീർന്നു. ഡോക്ടർ പറഞ്ഞു 3 മാസം ബെഡ് റെസ്റ്റ് ചെയ്യണം, ബെൽറ്റ് ഇട്ട് കിടക്കണോടത്ത് കിടക്കണം, തിരിയാൻ പാടില്ല. അങ്ങനെ 3 മാസം ബെഡ് റെസ്റ്റ് കുറവില്ല. 9 മാസം വീടിൻ്റെ വാതിൽ തുറന്ന് ഞാൻ വെളിയിൽ പോയില്ല, മുറ്റത്തേക്ക് ഇറങ്ങിയില്ല. അതിനുശേഷം 1.5 വർഷം ഞാൻ വേദന വഹിച്ചു. ഡൽഹിയിലുള്ള എല്ലാ ഓർത്തോ ഡോക്ടർമാരെ, ഏറ്റവും സീനിയേഴ്സ് വലിയ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരെ ഞാൻ കാണിച്ചു. എല്ലാവരും മരുന്ന് തരും. എൻ്റെ പുറത്തൊരു ബെൽറ്റ്. പിന്നെ ഞാൻ എറണാകുളത്തിനടുത്ത് കോതമംഗലം നങ്ങേലി മർമ്മൽ ചികിത്സാലയത്തിൽ പോയി 1.5 മാസം ട്രീറ്റ്മെൻറ്റ്, ശരീരം മുഴുവൻ തിരുമുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. മടങ്ങി വന്നു. 1 മാസത്തെ മരുന്നുമായി വന്നു. പിന്നെയും ചെന്ന് 1 മാസത്തെ മരുന്ന് മേടിച്ചു. എന്നിട്ടും അല്പം എല്ലാം ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്, പൂർണ്ണമായിട്ടും മാറിയില്ല. പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ളതായ സ്പ്രിംഗ് ഗാർഡൻ ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്തുള്ളതായ
ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 35 വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തതായ ഡോക്ടറെ, അദ്ദേഹം റിസർച്ച് ചെയ്യുന്ന വ്യക്തിയും കൂടെയാണ്. അദ്ദേഹത്തെ ചെന്ന് കാണിച്ച് ആദ്യം വിഷ്വൽ ടെസ്റ്റ് എല്ലാം ചെയ്ത് പിന്നെ എക്സ്റേയും ചെയ്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിൻ്റെ ഈ റൈറ്റ് ഷോൾഡർ ഡൗൺ ആണ്, അത് നേരെയാക്കണം. 3 എല്ലുകൾ നെഞ്ചിൻ്റെ ഭാഗത്ത് ഡിസോർഡറാണ്, അതുകൊണ്ട് കക്ഷത്തിൻ്റെ അടിയിൽ വളഞ്ഞുപോയ തെങ്ങ് വലിച്ചു കെട്ടുന്നത് പോലെ, നിവരാനായിട്ട് കെട്ടുന്നത് പോലെ ഒരു ബെൽറ്റ് ഇടത്ത് സൈഡിൽ ഇടണം. 3-ാമത് എൻ്റെ റൈറ്റ് കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു പാരഗൺ ചപ്പലിൻ്റെ വലുപ്പത്തിൽ എക്സ്ട്രാ കൊടുത്ത് മറ്റേ കാലിനേക്കാളും എക്സ്ട്രാ വലിപ്പമുള്ളതായ ഒരു ഷൂ ചപ്പൽ ഇടണം. ഇങ്ങനെ പിന്നെ അപ്പോൾ നടുവിന് പൊട്ടലുള്ളിടത്ത് ഒരു ബെൽറ്റ്, കക്ഷത്തിൻ്റെ അടിയിൽ ഒരു ബെൽറ്റ്, കാലിൻ്റെ അടിയിൽ ഒരു ചപ്പൽ എക്സ്ട്രാ. ഇങ്ങനെ ഏകദേശം 2.5 വർഷത്തോളം ഇടേണ്ടി വന്നു. ഈ സമയത്തെല്ലാം ദൈവദാസന്മാർ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സഭകൾ ആ സമയത്ത് പ്രാർത്ഥിക്കുകയും ചില മാസികളിലൂടെയും പത്രങ്ങളിലൂടെ, ക്രിസ്ത്യൻ പത്രങ്ങളിലൂടെയും അത് അറിയിപ്പ് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ എഴുതുകയും ഒക്കെ ആരൊക്കെയോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരാണ് ഇട്ടതെന്ന് ഒന്നും ഞാൻ കണ്ടില്ല, എനിക്ക് വായിക്കാനും കഴിഞ്ഞില്ല. ആ സമയത്ത് മാധ്യമങ്ങളൊന്നും ഇത്ര പ്രസിദ്ധമല്ലായിരുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഫോൺ ചെയ്യുകയും എന്നെ സഹായിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എല്ലാം ചെയ്യുവാനിടയായിത്തീർന്നു. ഞാൻ പറയട്ടെ, പ്രാർത്ഥനയാൽ ഇന്നും ജീവനോടെ നിൽക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി തന്നു. മാത്രമല്ല അവിടെ ഒരു സഭ, നജവഡിൽ ഒരു സഭ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നില്ല, ഒരു പുതിയ പ്രവർത്തനമാണെന്ന് പറഞ്ഞല്ലോ. ഒരു 3 മാസത്തിനുള്ളിൽ 4 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. 2010 ആ വർഷം തീരുന്നതിന് മുമ്പ് 8 പേര് കൂടെ സ്നാനപ്പെട്ടു എന്നറിയുവാനിടയായിത്തീർന്നു. 2012 ആയപ്പോഴത്തേക്കും ഏകദേശം 106 ഗജിന് മുകളിലുള്ള സ്ഥലം അവിടെ മേടിച്ചു. അത് എത്ര സെറ്റ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. 106 ഗജ് സ്ഥലം എനിക്ക് തോന്നുന്നു. 100 ഗജ് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റ് അതിനെ ഏകദേശം അങ്ങനെ 106 ഗജ് സ്ഥലം മേടിച്ച് അവിടെ ഒരു ഹോള് പണിത് 2014 ആ ചർച്ച് ഉദ്ഘാടനം ചെയ്യുവാനിടയായിത്തീർന്നു. ഇന്ന് മലയാളികളില്ലാത്ത ഏകദേശം 60-നും 80-നും ഇടയ്ക്ക് പേര് ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അപ്പോൾ 2-3 പേരെ കഷ്ടതയുടെ മധ്യത്തിലൂടെ കടത്തിവിട്ടെങ്കിലും ഇന്ന് അവിടെ വലിയൊരു സഭയെ ദൈവം രൂപീകരിപ്പാനിടയായിത്തീർന്നു. മാത്രമല്ല, ഞാനായിരുന്ന ചർച്ചിനകത്ത് ഒരു ഗ്രോത്ത് ദൈവം നൽകി തന്നു. അനേകയിടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അനേകരെ അയച്ചു. ഇന്ന് ഞാൻ പറയാം, അതിനുശേഷം ദൈവം എന്നെ ഉപയോഗിച്ചത് ഞാൻ പറയാം. ഇന്ത്യയുടെ 22 സ്റ്റേറ്റുകളിൽ, അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും, കാശ്മീർ മുതൽ ഡൽഹി വരെയും, ഇങ്ങനെ ഇവിടെ നിന്ന് കാശ്മീരിലേക്കും, കാശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്കും, കന്യാകുമാരിയിൽ നിന്ന് ഡൽഹിയിലേക്കും 22ഓളം സ്റ്റേറ്റുകൾ കടന്നു ചെന്ന് 65 ദിവസം നിൽക്കാതെ യാത്ര ചെയ്ത് 8 പേരടങ്ങുന്ന സംഘം പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. അതെ, അല്ലെങ്കിൽ ഏകദേശം 10-12 അല്ലെങ്കിൽ ഒരു 14ഓളം പേരെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിവിധ ഇടങ്ങളിൽ പ്രോത്സാഹിപ്പിച്ച് അത് ആക്കുവാനിടയായിത്തീർന്നു. ഇന്ന് 8ഓളം പ്രവർത്തനങ്ങൾ ഞാനായിരിക്കുന്ന സംഘടനയോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ കർത്താവിൻ്റെ വേലയിൽ ഒരു വളർച്ച ദൈവം നൽകി തരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയായിത്തീർന്നു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യം, ഞാനിങ്ങനെ ഒരു കാര്യം കൂടെ ഇതിലൊരു സന്ദേശമായി പറയട്ടെ. ദൈവം നിന്നെ തൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യങ്ങളിലൂടെ ഒഴിഞ്ഞു മാറിപ്പോയാലും അവിടുന്ന് വിളിച്ച് ഇറക്കി കൊണ്ടുവരുന്ന ദൈവമാണ്. 2, പിശാച് നിനക്ക് എതിരെ എത്ര വട്ടം പദ്ധതി ഒരുക്കിയാലും പൗലോസിനെ കൊട്ടയിൽ ഇറക്കി രക്ഷപ്പെടുത്തുകയും മാത്രമല്ല, മരിച്ചു എന്ന് വിചാരിച്ച് വലിച്ചെറിഞ്ഞെങ്കിൽ കാലൂന്നി അവിടുന്ന് എഴുന്നേറ്റ് നിന്നതുപോലെ അവരുടെ മധ്യത്തിൽ കാലൂന്നി എഴുന്നേറ്റ് നിൽക്കുവാനും അനേകരുടെ മുമ്പാകെ സാക്ഷ്യം വഹിപ്പാനും ദൈവം സഹായിച്ചു. എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, പിശാചിന് നിന്റെ ആയുസ്സിനെ ഒരിക്കലും എടുത്തു കളയുവാൻ കഴിയത്തില്ല. ദൈവം വെച്ചിരിക്കുന്നതായ ആയുസ് പൂർത്തീകരിക്കാതെ. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കളെ, വിശ്വാസി ഗണമേ, ഹല്ലേലൂയ, ഏകദേശം ഞാൻ പറയാം 12-14 പ്രാവശ്യം മരണത്തിന്റെ വക്കിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. മാത്രമല്ല, ഹല്ലേലൂയ, എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഇത്രത്തോളം സഹായിച്ചു. ഏകദേശം 5ഓളം രാജ്യങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി തരുവാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല, ഹല്ലേലൂയ, 2 കുഞ്ഞുങ്ങളെയും അത് പഠിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അത് ഭാഗ്യം. എന്തിനാണിത് പറയുന്നത്? ദൈവം എത്ര വിശ്വസ്തനായിരുന്നു, ദൈവം എത്ര കരുതലുള്ളവനാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ് എന്ന് മാത്രമല്ല, അവന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം നിശ്ചയമായും കഴിയും എന്നുള്ളതിൽ സന്തോഷത്തോടെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ.
ഒപ്പം ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ. ഏകദേശം 2017 അടുക്കുന്നതായ സമയത്ത്, 2016 പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായിട്ട് ഒരു സൈഡ് പാരലൈസ് ആയിപ്പോയി. എന്നോട് പറഞ്ഞു വേഗത്തിൽ വന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു അത് 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് വരാൻ പറ്റത്തുള്ളൂ, ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു അല്ല അമ്മയ്ക്ക് തീരെ സുഖമില്ല, വേഗം വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഉടൻ നാട്ടിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞ് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് ഡെങ്കു പനിയുണ്ടായി. അത് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിന്നു, അതിനെ ശുശ്രൂഷിച്ചു. പൈതൽ എന്തായാലും ദൈവം സൗഖ്യം കൊടുത്തു. പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഉടനെയാണ് അത് പെട്ടെന്ന് വരാൻ പറഞ്ഞ് എനിക്ക് ഫോൺ വന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് മറ്റേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോയി. അങ്ങനെ അമ്മയെ ചെന്ന് കണ്ടു, അമ്മയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം ആ സൈഡ് പാരലൈസ് ആയി പോയത് പ്രാർത്ഥനയാൽ ആ സൈഡിന് ചലനം വരുവാനും പിന്നത്തേതിൽ അമ്മ എഴുന്നേറ്റ് നടക്കുവാനും ഇടയായിത്തീർന്നു. അത് ഒരു വലിയൊരു അത്ഭുതമാണ് ജീവിതത്തിൽ. എൻ്റെ മോളെ ഡെങ്കു ഫീവറിൽ നിന്ന് വിടുവിച്ചു. എൻ്റെ അമ്മ പാരലൈസ് ആയിപ്പോയത് ഇതെല്ലാം ഒരു 20 ദിവസത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതിനുശേഷം അമ്മ എഴുന്നേറ്റു. ഞാൻ പോരാനേന് ഒരു 3-4 ദിവസം മുമ്പ് എനിക്ക് പെട്ടെന്ന് ഒരു ചെറിയ പനിയും ഒരു ശരീരത്തിന് ക്ഷീണവും സംഭവിച്ചു. ഞാൻ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് തന്നെ തോന്നി എന്തായാലും മോൾക്ക് ഡെങ്കു ആയിരുന്നില്ല, എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് എൻ്റെ പ്ലേറ്റ്ലെസ് 1,20,000 ആയിരുന്നു. പിറ്റേ ദിവസം ചെക്ക് ചെയ്തപ്പോൾ 60,000 അപ്പോൾ എന്നോട് പറഞ്ഞു എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകണം. അങ്ങനെ ചേട്ടന്മാരോട് വിളിച്ചു പറഞ്ഞ് എന്നെ മൂവാറ്റുപുഴ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെന്നതിന് പിറ്റേ ദിവസം 60 എന്നുള്ളത് അത് 25 ഞാൻ വൊമിറ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് എവിടെയൊക്കെ അന്വേഷിച്ച് അവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു 3 പാക്കറ്റ് ബ്ലഡ് കിട്ടി. അത് പ്ലേറ്റ്ലെസ് എൻ്റെ ശരീരത്തിൽ കയറ്റി. അങ്ങനെ അത് 25 അത് 40 വന്നു പ്ലേറ്റ്ലെസ്. വീണ്ടും പിറ്റേ ദിവസം ആയപ്പോൾ അത് വീണ്ടും 10,000 താഴേക്ക് വന്നു. ആ സമയത്ത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജായി. അവിടെയുള്ള ബ്ലഡ് പ്ലേറ്റ്ലെസ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, ആലുവ എങ്ങും പ്ലേറ്റ്ലെസ് ഇല്ല. ഉടനെ പറഞ്ഞു ഒരു ഞായറാഴ്ച ദിവസം രാവിലെയാണ്, വൊമിറ്റിംഗ് നിൽക്കുന്നില്ല, എന്നെ പെട്ടെന്ന് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എറണാകുളത്തേക്ക് ആംബുലൻസിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാം പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ ആയിരുന്നു. ഞായറാഴ്ച രാവിലെ ആരാധനയുടെ സമയത്ത് അലാറം ഇങ്ങനെ മുഴക്കിക്കൊണ്ട് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പെട്ടെന്ന് എന്നെ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്ലേറ്റ്ലെസ് എടുക്കുന്നതായ മെഷീൻ, ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെസ് വേർതിരിക്കുന്ന മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല. അന്ന് അവർക്ക് അവധിയാണ്. അവിടെ വേറെ ഇല്ല, ബ്ലഡില്ല. എറണാകുളത്ത് ബ്ലഡില്ല, അല്ലെങ്കിൽ പ്ലേറ്റ്ലെസ് ഇല്ല. ആലുവയിലില്ല, അത് പെരുമ്പാവൂരില്ല, മൂവാറ്റുപുഴയില്ല, ആ ചുറ്റുപാടുള്ള ഒരു സ്ഥലത്തുമില്ല. അവസാനം ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി പ്രതീക്ഷയൊന്നുമില്ല, ഏത് സമയത്തും എന്ത് സംഭവിക്കാം, ഇനി പ്രത്യേകിച്ച് ഉമീദൊന്നുമില്ല, അല്ലെങ്കിൽ പ്രത്യാശയൊന്നുമില്ല, നിങ്ങൾ അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേട്ടൻ എൻ്റെ വീട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചു, ഡൽഹിയിലേക്കും വിളിച്ചറിയിച്ചു. ഏത് സമയത്തും ഡെഡ് ബോഡി വെളിയിൽ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഡൽഹിയിൽ ഇത് അറിയിപ്പ് കിട്ടി. എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ദൈവദാസന്മാരൊക്കെയും എൻ്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി കാത്തിരുന്ന് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും നാട്ടിലേക്ക് വിടുവാനായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഭവനത്തിലേക്ക് ഡൽഹിയിൽ വരുവാനിടയായിത്തീർന്നു. അങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം, ബെന്നിക്ക് വയ്യ എന്ന് പറയുവാനിടയായിത്തീർന്നപ്പോൾ എൻ്റെ മൂത്ത പൈതൽ പറഞ്ഞു, അപ്പം മരിച്ചു എന്നൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്നുള്ള നിലയിലാണ് അത് വിടുന്നത്. തമ്മിൽ ദൈവദാസന്മാർക്കറിയാം മരിച്ചു എന്നുള്ള നിലയിലാണ് അവർക്ക് അറിവ് കിട്ടിയത്. ഈ സമയത്ത് എൻ്റെ മൂത്ത പൈതൽ പറഞ്ഞു, മമ്മി പപ്പായുടെ ശുശ്രൂഷ തീർന്നെന്നാണ് മമ്മി വിചാരിക്കുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, പപ്പ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് വിശ്വാസത്താൽ ആ പൈതൽ പറയുവാനിടയായിത്തീർന്നു. ആ പൈതൽ എന്ന് 10ാം ക്ലാസ്സിൽ താഴെയാണ് പഠിക്കുന്നത്. അന്നേരത്ത് ധൈര്യപ്പെടുവാനിടയായിത്തീർന്നു. എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നോടല്ല എൻ്റെ ദേവദാസനോട് പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നില്ല, അപ്പോൾ സീരിയൻ സെൻസ് അറിയത്തില്ല, പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പോകത്തില്ല, എങ്ങനെ ദേവദാസൻ പോയി അങ്ങനെ തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് അത് രാത്രി ഒരു ദർശനം കണ്ടു. എന്നെ ഒരു വെള്ളത്തണ്ണി പറപ്പിച്ച് ഹല്ലേലൂയ കൊണ്ടുവരുന്ന സ്ട്രക്ചറെ തള്ളിക്കൊണ്ടുവരുന്നതായ ഒരു ദർശനം കാണിച്ചു. ആ രാത്രിയിൽ അവരിരുന്ന് ഉറങ്ങാതിരുന്ന് 3-4 പേരിരുന്ന് ഈ കുഞ്ഞുങ്ങളുമായി ശക്തമായിരുന്നു പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. ആ പ്രാർത്ഥനയുടെ പരിണത ഫലവും ഹല്ലേലൂയ, ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് ബോധമുണ്ട്. ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു, ഡോക്ടറെ ചുമ്മാ ഞാൻ ചോദിച്ചതാണ്, തൃശ്ശൂർ IMOയിൽ അന്വേഷിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അന്വേഷിച്ചില്ല. ഞാൻ പറഞ്ഞു ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ സിസ്റ്റർ മനസ്സോടെ തൃശ്ശൂർ IMO ബ്ലഡ് അത് സെൻറ്ററിലേക്ക് അന്വേഷിച്ചപ്പോൾ അവിടെ ബ്ലഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ അവർ റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആംബുലൻസ് വിടുമോ? എൻ്റെ പുറത്തെൻ്റെ ജ്യേഷ്ഠന്മാർ ഇരിക്കുന്നുണ്ട്, പറഞ്ഞാൽ അവർ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്ന് പറഞ്ഞു, തൃശ്ശൂർ ബ്ലഡ് ഉണ്ടെന്ന് പറയുന്ന കേട്ടോ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയി മേടിച്ചുകൊണ്ട് വാ. അതായത് അത്ര നേരമൊന്നും നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ള നിലയിൽ എനിക്ക് ബോധമുണ്ട്. എൻ്റെ പോക്കറ്റിൽ ICUവിൽ സാധാരണ ആരും കോയിൻസോ പൈസയോ പോക്കറ്റിലിടാൻ പറ്റത്തില്ല. ഞാൻ അറിയാതെ എൻ്റെ പോക്കറ്റിനകത്ത് 1 രൂപ കിടക്കുന്നുണ്ടായിരുന്നു. ആ 1 രൂപ കിടന്നെടുത്ത് ബ്ലഡ് അത് ക്ലോട്ട് ആകുവാനിടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ചില ഭാഗങ്ങളിലെ തൊടയുടെ ഭാഗത്ത് ഒക്കെയും ബ്ലഡ് ക്ലോട്ട് ആകുവാൻ തുടങ്ങിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ബ്ലഡ് ക്ലോട്ടായി ശ്വാസം ഓക്സിജൻ കിട്ടാതെ നിലയ്ക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള പ്രത്യേക കണ്ടീഷനിൽ അത് എന്തായാലും പെട്ടെന്ന് അവർ ആംബുലൻസ് എടുത്ത് അവിടുന്ന് തന്നെ തൃശ്ശൂർ IMOയിലേക്ക് പോയി അവിടെ ബ്ലഡ് കൊടുക്കണം, എനിക്കാണ് ബ്ലഡ് കിട്ടത്തുള്ളൂ. അതിനുള്ളതായ ആളുകളെ ക്രമീകരിച്ച് ചെന്നിട്ട് അവരോട് പറഞ്ഞു, വളരെ സീരിയസ് ആണ്, ബ്ലഡ് തരണം, ആദ്യം ഇവിടെ ആളെ നിർത്തിയിട്ട് പോകാം എന്ന് പറഞ്ഞ് ആ ആംബുലൻസ് തന്നെ അതേ കൊച്ചിയിലെ മെട്രോയുടെ പണി നടക്കുന്ന സമയമാണ്. റോഡ് ബ്ലോക്കാണ്. പല വഴികളിലൂടെ ഏകദേശം ഒരു 5 മണിക്കൂർ എടുത്ത് അവർ ബ്ലഡുമായി കൊണ്ടുവന്നു. ആ ബ്ലഡ് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യാതെ പാക്കറ്റ് ഒന്ന് തിരുമ്മി എൻ്റെ കൺമുമ്പിൽ വെച്ച് നേരെ ഇടുവാനിടയായിത്തീർന്നു. അത് ഹാർട്ടായിട്ട് ലിങ്ക് ആവണമെങ്കിൽ 5 മണിക്കൂർ വേണം. അതുപോലും അവർ നോക്കാതെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഏകദേശം 9 പാക്കറ്റ് ബ്ലഡ്, ഒരു പാക്കറ്റിൽ 300 മില്ലിയാണ്. അങ്ങനെ 9 പാക്കറ്റ് പ്ലേറ്റ്ലെസ് എൻ്റെ ശരീരത്ത് ഹല്ലേലൂയ ഇടുവാനിടയായിത്തീർന്നു. അതിനുശേഷം ഹല്ലേലൂയ അങ്ങനെ സീരിയസ് ആയ കണ്ടീഷനിൽ ഞാൻ അന്ന് ഒരു രാത്രി തലേദിവസം രാത്രി കിടക്കുമ്പോൾ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓണാണ്, എൻ്റെ കയ്യിൽ ഘടിപ്പിച്ചിട്ടുണ്ട്, ശരീരത്തെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കിടക്കുമ്പോൾ അലാറം അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അന്നേരത്ത് ബ്ലഡ് ക്ലോട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് കൈ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും, കൈയും കാലും ഇങ്ങനെ അനക്കിക്കൊണ്ട് ഒരു രാത്രി മുഴുവൻ ഞാൻ സമയം ചെലവഴിച്ചു ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനായിട്ട്, സർക്കുലേഷൻ നിൽക്കാതിരിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, അന്ന് വൈകിട്ട് ഹല്ലേലൂയ ഏകദേശം 5 മണിയോളം ഹല്ലേലൂയ എൻ്റെ ബ്ലഡ് കൊണ്ടുവന്ന് ശരീരത്തിലിട്ടു. ദൈവത്തിൻ്റെ ആദരക്കരുണയാൽ എനിക്ക് ഒരു പുതിയ ജീവനിലേക്ക് എൻ്റെ ആയുസ്സിനെ മടക്കി തരുവാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമുക്കൊരായുസ് വെച്ചിട്ടുണ്ട്. എത്രമാത്രം ദുഷ്ടൻ നമ്മുടെ ആയുസ്സിനെ എടുത്തു കളയുവാൻ പരിശ്രമിച്ചാലും ദുഷ്ടൻ ഒരിക്കലും ജയിക്കുവാൻ ഇടയായി തീരത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ ദൈവം പിന്നെയും എന്നെ ഉപയോഗിപ്പാൻ ഇടയായിത്തീർന്നു. അതിനുശേഷമാണ് എന്നെ ഹല്ലേലൂയ ഇന്ത്യ മുഴുവൻ ഹല്ലേലൂയ പ്രയർ ഡ്രൈവിന് വേണ്ടി അയച്ചത്. അതിനുശേഷം ഇന്ന് ഹല്ലേലൂയ ഞാൻ ഡൽഹിയിലെ ദൈവദാസന്മാരോട് ചേർന്ന് ഒരു ടീം പ്രവർത്തനം നടത്തി വരുന്നു. അല്ലെങ്കിൽ ആ ടീമിനോട് ചേർന്ന് ഞാനും പ്രവർത്തിച്ച് വരുന്നു. കൂടാതെ ഹല്ലേലൂയ എൻ്റെ ചർച്ചിലെ 10-14 സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പ്രാരംഭത്തിൽ. ഒരു പ്രതിഫലവും ലഭിക്കാത്തതായ ശുശ്രൂഷയാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അതായത് സൺഡേ സ്കൂൾ പഠിപ്പിച്ച ആർക്കും പ്രതിഫലമൊന്നുമില്ല, സൺഡേ സ്കൂൾ ടീച്ചർമാർക്ക് ശമ്പളമൊന്നുമില്ല. ആദ്യം ഞാൻ ആരംഭിച്ച സൺഡേ സ്കൂൾ പഠിപ്പിച്ചാണ്. ഞാൻ അങ്ങനെ ദീർഘമായ വർഷം ഒരു പ്രതിഫലവും കൂടാതെ കർത്താവിൻ്റെ വേല ചെയ്തു. രണ്ടാമത് കോവിഡിൻ്റെ സമയമായപ്പോഴത്തേക്കും എൻ്റെ സൺഡേ സ്കൂളിലെ കുട്ടികളെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജോലിയിലെല്ലാം പ്രവേശിച്ച് വലിയ കുഞ്ഞുങ്ങളായി. പിന്നെ ആരും സൺഡേ സ്കൂൾ പഠിക്കാനില്ലാതായി, 2 ചെറിയ കുഞ്ഞുങ്ങൾ മാത്രം. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ശുശ്രൂഷയുടെ ആരംഭം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങളില്ലല്ലോ. ദൈവം എന്നോട് പറഞ്ഞു, നീ ഓൺലൈനിലൂടെ ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈനിലൂടെ ഒരു സൺഡേ സ്കൂൾ ആരംഭിച്ചു. ആദ്യത്തെ ആഴ്ച ഒരു 4-5 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയട്ടെ, 2020 അത് ആരംഭിച്ചത്. ഇന്ന് 6 വർഷത്തോളമായി. ഇന്ന് ഏകദേശം 80ഓളം കുഞ്ഞുങ്ങൾക്ക് മുകളിൽ ആ ഓൺലൈനിലൂടെ സൺഡേ സ്കൂള് വ്യത്യസ്ത സംഘടനകളിൽ നിന്ന്, ഒരു 13ഓളം സ്റ്റേറ്റുകളിൽ നിന്ന് ഹിന്ദി ഭാഷ അറിയാവുന്നവരുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹിന്ദി വർക്കുകളിൽ അധികവും സഭകളിൽ സൺഡേ സ്കൂളില്ല. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടി ആയിട്ട് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഞാൻ ഏറ്റവും വലിയ ക്ലാസ് ഞാനാണ് എടുക്കുന്നത്. 3 അധ്യാപകരുണ്ട്. കൂടാതെ ഒരു സൺഡേ സ്കൂൾ പാട്ട് പഠിപ്പിക്കാൻ ഒരു ടീച്ചറുണ്ട്.
എന്നെ കേൾക്കുന്ന ആരെങ്കിലും, അതായത് ഇപ്പോൾ ഇത് മലയാളത്തിലായതുകൊണ്ട് അങ്ങനെ സൺഡേ സ്കൂൾ പഠിക്കണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം. മാത്രമല്ല, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതായ ഏകദേശം 7ഓളം കുട്ടികൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ ഹല്ലേലൂയ അതേ കുറച്ച് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മറ്റു കുട്ടികൾ ഹല്ലേലൂയ പഠിക്കുന്നു. ഇന്ന് ആരംഭം മുതൽ സൺഡേ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ഇന്ന് ഗൾഫിൻ്റെ പ്രദേശങ്ങളിലുണ്ട്. പല കുടുംബങ്ങളിൽ അവർ ശുശ്രൂഷയിലായിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ എൻ്റെ ചർച്ചിലുണ്ട്. അവരാണ് വാസ്തവത്തിൽ എന്നെ ഒരു പ്രതിഫലവുമില്ലാതെ ആരംഭിച്ചത്, ഇന്ന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലാതെ ടൈറ്റ് തരുന്നത് ആ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ. അപ്പോൾ എത്രയോ വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് അവരിൽ നിന്നൊരു നന്മ ദൈവം നൽകി തന്നത്. അപ്പോൾ ഇന്ന് സൺഡേ സ്കൂൾ പഠിക്കും. മറ്റൊന്ന്, ഞാൻ തിഹാറിൽ 17 വർഷം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത്രമാത്രം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി ഉഗ്രവാദികളുണ്ട്, സീരിയൽ മർഡർ ചെയ്തവരുണ്ട്, റേപ്പ് കേസിൽ കിടക്കുന്നവരുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയവരുണ്ട്, അല്ലെങ്കിൽ ഉഗ്രവാദികളുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ഈ ജയിലിൻ്റെ അടുത്ത് അയച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവേ, അവരുടെ അകത്തൊന്ന് കടന്നു പോകാൻ ഒരു അവസരം നൽകി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്ക്. ഞാൻ 17 വർഷം പ്രാർത്ഥിച്ചു. 18ാമത്തെ വർഷം ജയിലിൻ്റെ വാതില് ആ ഖൈദികളായിട്ടുള്ള കുറ്റവാളികളെ കൗൺസിലിംഗ് ചെയ്യുവാനായിട്ട് ദൈവം ഓപ്പൺ ചെയ്ത് നൽകി തരുവാനിടയായിത്തീർന്നു. ഏകദേശം 66ഓളം പ്രാവശ്യം അവിടെ കടന്നു ചെന്ന് കൊടും കുറ്റവാളികളായിട്ടുള്ളവർക്ക് വരെ കൗൺസിലിംഗ് ചെയ്യുവാനിടയായിത്തീർന്നു. അനേകരെ സത്യവചനം അവർക്ക് കൈമാറുവാനും അനേകരെ തീരുമാനങ്ങളിലേക്ക് നയിക്കപ്പെടുവാനും ദൈവയിടയായിത്തീർന്നു. എന്നാൽ BJP സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ ജയിൽ പാസ് ലഭിക്കുന്നില്ല. ഞങ്ങൾ ഏകദേശം 13ഓളം പേരാണ് അവിടെ പോകുന്നത്. 2 സഹോദരിമാരുണ്ട്. അവർ സഹോദരിമാരുടെ ജയിലിലാണ് പോകുന്നത്. ബാക്കിയുള്ള ദേവദാസന്മാരെ ഞങ്ങൾ ഏകദേശം 11 പേരോളം ജയിലുകളിൽ കടന്നു ചെന്ന്. തിഹാർ ജയിലിനകത്ത് 9 ജയിലുണ്ട്. രോഹിണിയിൽ 1 ജയിലുണ്ട്. പിന്നെ മണ്ടോളി ജയിലിനകത്ത് 5 ജയിലുണ്ട്. അങ്ങനെ മൊത്തം 16ഓളം ജയിലുകളാണുള്ളത്. അതിനകത്ത് ഒരു ജയിലിലൊഴികെ 15 ജയിലുകളിൽ കടന്നു പോകാനുള്ള പെർമിഷൻ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ 4-ാം നമ്പർ ജയിലിലാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അങ്ങനെ ദൈവം അതിനകത്ത് ഒരു പ്രതിഫലം ലഭിക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ, ആ സ്ഥലത്തും പോയി കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായിത്തീർന്നു. മറ്റൊന്ന്, ഹല്ലേലൂയ, ജിജിൻ ബ്രദൻ ഹല്ലേലൂയ നന്നായിട്ട് അറിയാം, ഓൺലൈനിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഓപ്പണിംഗ് നൽകി തന്നത് ജിജിൻ ബ്രദറാണ്. പിന്നെ അദ്ദേഹത്തിൽ ഹല്ലേലൂയ പിന്നെയും ഹല്ലേലൂയ മറ്റു ചാനലിലൂടെ പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. ഒരു പ്രതിഫലവും കിട്ടത്തില്ല. എന്നാൽ അതിലൂടെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി തന്നു. പിന്നത്തേതിൽ ഞാൻ അതെന്താണ് നിർത്തിയെന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാം. ഈ ജയിലിനകത്ത് പോയ സമയം മുതൽ അതിൻ്റെ പാസിന് പെർമിഷൻ ലഭിക്കുക, എൻ്റെ ഇമെയിൽ ഐ ഡി അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പോകാനായിട്ട് പാസ് ലഭിക്കത്തില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നിർത്തിയതാണ്. ദൈവം അനുവദിച്ചാൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ, എന്നാൽ അതിലൂടെയൊക്കെ ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു പ്രതിഫലവും കിട്ടാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ വേല ചെയ്യുമ്പോൾ നിനക്ക് പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിയുമല്ലോ. ഒരു വർഷത്തിനകത്ത് ഇത്ര രൂപ നെറ്റിന് വേണ്ടി ചെലവഴിക്കണം, എന്നാൽ ഇതിനൊരു പ്രതിഫലം ദൈവം നൽകി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഒരാൾ ഒരു ഫോൺ കോൾ ചെയ്തു, ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പേഴ്സണലായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതങ്ങളുടെ വഴി തുറന്നു കൊടുത്തു. അതിലൂടെ ഞാൻ പറയട്ടെ, 1 വർഷം നെറ്റ് റീചാർജ് ചെയ്തെങ്കിൽ ആ ഒറ്റയൊരു വ്യക്തി 1 വർഷം നെറ്റ് റീചാർജ് ചെയ്യാനുള്ളതിനേക്കാളും ഉള്ളതായ ഒരു നന്മ സ്തോത്ര കാഴ്ച നൽകി തരുവാനിടയായിത്തീർന്നു. എൻ്റെ സാക്ഷ്യം തുറന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെയാണ് ദൈവം തൻ്റെ മക്കളെ നയിക്കുന്നത്. ഹല്ലേലൂയ. പ്രതിഫലിച്ച കൂടാതെ നാം നിൽക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളതായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിവിധ മീഡിയകളിലൂടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം നൽകി തന്നിട്ടുണ്ട്. എൻ്റെയും ഹല്ലേലൂയ റിവവൽ ഈ ഹല്ലേലൂയ മാധ്യമത്തോടുള്ളതായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. നസ്രായന്റെ വഴികൾ എന്നുള്ളതായ ഈ ചാനലിലൂടെ എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകി തന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, അവസാന വാക്ക് ഞാൻ ഇപ്രകാരം പറഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തട്ടെ, പ്രോത്സാഹിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മളെ പരിശോധനയിലൂടെ കടത്തിവിട്ടാൽ അത് തകർന്നു പോകുവാനല്ല, മറിച്ച് അനേകരുടെ മുൻപാകെ നമ്മെ നല്ല സാക്ഷ്യത്തിന് വേണ്ടി നിലനിർത്തുവാൻ വേണ്ടിയാണ്. കക്ഷതയുടെ തീച്ചുളയിലൂടെ കടന്നു പോയാലും ലജ്ജിച്ചു പോകരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്. ഹല്ലേലൂയ.
നാം ഹല്ലേലൂയ യേശുവിന്റെ സുവിശേഷം ഹല്ലേലൂയ അനുസരിക്കുമ്പോൾ നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് ഹല്ലേലൂയ അവൻ പീഡ പകരം കൊടുക്കും. എന്നാൽ ഹല്ലേലൂയ ആർക്കും പീഡ ലഭിക്കേണ്ടതിന് വേണ്ടിയല്ല, അവർ പുനഃപരിശോധന ചെയ്ത് ദൈവത്തെങ്കിലേക്ക് അടുത്ത് വന്ന് അവരും ദൈവത്തെ കാണുവാനും ഹല്ലേലൂയ അറിയുവാനും ഇടയായി തീരട്ടെ. പൗലോസിനെ ദൈവം ഹല്ലേലൂയ പീഡകനായ പൗലോസിനെ വേർതിരിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ സുവിശേഷം എത്തിക്കുവാൻ അവനെ ഉപയോഗിച്ചെങ്കിൽ, അതുപോലെ തന്നെ നമ്മെ ഉപദ്രവിക്കുന്നവരും അതേപോലെ കർത്താവിന്റെ ഈ ക്രൂശ് ചുമന്നുകൊണ്ട് അനേകർക്ക് നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഇടയായി തീരട്ടെ. ഈ സാക്ഷ്യം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്നുള്ളതായ ആശംസയോടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം കേട്ടവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. കഷ്ടതയുടെ തീച്ചോളയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും, മാനസികമായി തകർന്ന ആരെങ്കിലും, പ്രത്യാശ നഷ്ടപ്പെട്ട ആരെങ്കിലും, ഇത്രമാത്രം കഷ്ടതകളും വേദനകളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കർത്താവെ അതേ ബലഹീനനായ വിശ്വാസ ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി തീരട്ടെ, വിടുതലായി തീരട്ടെ, ദൈവശക്തിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുണ്ടെങ്കിൽ ദൈവം സ്പർശിക്കണമേ, അനേകർക്ക് വിടുതലും ആശ്വാസവും സൗഖ്യവും കർത്താവ് കൊടുക്കണമേ, ബലപ്പെടുത്തണം കർത്താവെ. എൻ്റെ റിവൈവൽ മിനിസ്ട്രീസിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നസ്രായന്റെ വഴികൾ എന്നുള്ളതായി പ്രോഗ്രാമത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചാൽ ഇതിന്റെ അഡ്മിനായിരിക്കുന്നതായ ജിജിൻ വർഗീസിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവ്. ദൈവം ദാനമായി കൊടുത്ത പൈതലിനെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും, മഹത്വം കർത്താവ് എടുക്കും. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. അനുഗ്രഹമേറിയ നല്ല സാക്ഷ്യത്തിനായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ നമ്മളെ കൈവിടുമ്പോഴും ദൈവം നമ്മളെ ചേർത്ത് നിർത്തുന്നു. പ്രിയ ബെന്നി പാസ്റ്ററെ, ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേക കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യം അവിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ, അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ദൈവത്തിന്റെ ദാസനെ ശക്തിപ്പെടുത്തട്ടെ. ആന്റിയെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം നസ്രേന്റെ വഴികൾ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിനുള്ള നന്ദിയെ പ്രത്യേകിച്ച് അറിയിച്ചു കൊള്ളുന്നു. തുടർന്നും ദൈവദാസനെ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സാക്ഷ്യമായി നമുക്ക് കടന്നു വരാം. അതുവരെ അത്യുന്നത ചെറുകടയിൽ കർത്താവ് നമ്മളെ ഏവരെയും മറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.